പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ ചെന്തെങ്ങിൻ തേൻ കുലേ. അങ്ങനല്ലല്ലോ, പുന്നല്ലിൻ തേൻ കതിരേന്നല്ലേ? എന്താ എന്താ പച്ചപ്പനന്തത്തെ എങ്ങനെയാ പാട്ടല്ലേ? ആ പച്ചപ്പരിഷ്കാരി പച്ചമലയുടെ അതള ആളാ മോഹൻലാൽ കാണണ്ടന്നെ. അത് ലാലേട്ടൻ്റെ പാട്ടല്ലേ? ഒരു പാടത്ത് കൂടെ നടന്നോണേ, അത് ബാലേട്ടാത്താണോ? ബാലേട്ടാപ്പ പച്ചപ്പരിഷ്കാരി പച്ച മലയാളിയെ. ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏവർക്കും നമ്മുടെ ഏറ്റവും പുതിയ പെലച്ച വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളൊരു കമ്മിണ്ടേനി ഇവിടെ പെലച്ചക്ക്. ഇല്ലേനി, അതുകൊണ്ട് ഞാനും വന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇത് സ്നേഹമുള്ള ആളാണ്, ഒരു സ്നേഹിതനാണ് ജി. അത്രേ ഉള്ളൂ. ആ, ഞാൻ പറയുന്നത് ആഴ്ചയിൽ 3 വലിച്ചോ. ആഴ്ചയിൽ 3 വലിച്ചവിടെ ഉണ്ടാവും. സന്തോഷം. ശനി ഞായറും എന്തായാലും എക്സാമില്ല, എന്നാലും ശനി ഞായറും നമുക്ക് പൊളിക്കാം. ശനി ഞായറും പരീക്ഷയില്ല, അല്ലാതെ ഒന്ന് പരീക്ഷ ഉണ്ടോ? ഇന്ന് ഞാൻ ചിലപ്പോൾ പോല മോഡലാണേ. എന്തായാലും അഫിന്ന് തോന്നില്ലല്ലോ. മോഡലാണ് എഴുതിയാണ്ട് പോവാതൊക്കെ എന്തിനാ? എങ്ങനെ കുട്ടികളൊക്കെ ബാക്കിൽ കിടക്കുകയാണ് എല്ലാവരും വന്നിട്ട്. ആരും ഒന്നും എഴുതണില്ല. മെയിൻ എക്സാമിന് എഴുതാറുണ്ട്. പഠിച്ച് പൂക്കോട് സ്കൂളിൽ തന്നെ അല്ലേ? ആണ് പഠിച്ചിക്കണേ, പക്ഷെ എഴുതാരും. മറ്റേ കോളേജ് ഉണ്ടല്ലോ, ഡീപ്പോൾ കോളേജ്. അല്ല, ഡീപ്പോൾ കോളേജ് അല്ല, വേറെ കുറെ കോളേജുകളുണ്ടല്ലോ. അതാണ് ഡീപ്പോൾ. അങ്ങനത്തെ കോളേജല്ല ഞാൻ പറഞ്ഞത്. വേറെ കോളേജ് ഉണ്ട്, വെറുതെ ഇങ്ങനെ പോണ കോളേജ്. അങ്ങനത്തെ എല്ലാം ഉണ്ട്. എന്താ എല്ലാവരും പഠിച്ചിക്കണ. കൊരവള്ളി കുട്ടിയും നീച്ചാ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ സെൻഡ് ഓഫ്? കിട്ടില്ല, പറയാനൊന്നുമില്ലേ. തീപാറി ഷാറായി. അവൻ്റെ ഫ്രണ്ടേ വന്നില്ല, അവൻ്റെ ഒപ്പം പാട്ടടിയുണ്ടൊക്കെ. ആരാ? ഇത് സിനാനടക്കരെ. എനിക്കറിയാം, അങ്ങനെ പറഞ്ഞു. ഞാനും അറിയാം. ആദ്യം അനുവിനെ എന്തോ സബ് ജില്ല, അങ്ങനെ ജില്ലയിലും നമ്മൾ ജൂനിയേഴ്സ് എനിക്ക് തോന്നണല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു. ഷാറായിട്ട് പോയി. ജി പാടിയല്ലോ, കരിമിഴിയുള്ള കളവാണിക്കാർക്കുന്തല്ല കണ്ടപ്പോ വടക്കി. ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ സ്പെഷ്യലായിട്ട് നോക്കിന് എന്തെങ്കിലും. എന്നപ്പോ മേടിച്ചോ കേട്ടോ. എവിടെ എൻ്റെ പ്ലേ ബട്ടൺ? എന്നാ കൊണ്ടുവരും. ഇതുണ്ടോ പ്ലേ ബട്ടൺ കണ്ടോ? ഇത് നമ്മളെ പ്ലേ ബട്ടണുകളാട്ടോ. എൻ്റെ പ്ലേ ബട്ടൺ ഇവിടെ. എടാ, പണ്ട് യൂട്യൂബ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ പ്ലേ ബട്ടണും വലുതാ കൊടുത്തിരുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാ തൊടുപ്പാളിയാക്കും കിട്ടല്ലേ. ഒരു ചെറിയ സാധനം സംഭവം പലക മുതലാവണ്ടേ യൂട്യൂബർക്ക്. മുതലാവണ്ടേ. ഇത് ഇങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ. ഇന്നൊരു യൂട്യൂബർ വരിക, നാളെ യൂട്യൂബർ വരിക, ഡെയിലി യൂട്യൂബർ വരിക. അപ്പോൾ യൂട്യൂബർ അവിടെ നിന്നാണ്ട് ഇങ്ങനെ അവിടുത്തെ യൂട്യൂബ് ആശാരിമാർക്ക് ഡെയിലി പണി. നമ്മുടെ സർക്കിളിൽ തന്നെ ഫുൾ യൂട്യൂബർ. നീച്ചുന്നോ? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അഫീഫ് കണ്ടറിഞ്ഞിട്ടേ നീച്ചു. അനെയോ നീച്ചു ഷർട്ട് ഇട്ടാ. എന്താ പറയുക, ഗ്രൈൻഡറിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കണോ നോക്കിയാ. എന്താ നമുക്ക് തിരിച്ചിട്ടൂടെ? അങ്ങോട്ട് അത് സീനില്ലല്ലോ. അത് കുഴപ്പമില്ല, തിരിച്ചിട്ടാ മതിയില്ലേ. അഫീം വന്നാ ബച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ ചെന്തെങ്ങനല്ല കേട്ടോ. അത് ഇനി പാടി അതാവത്. അപ്പോൾ ബഹുമാനപ്പെട്ട അഫീഫ് നമ്മളെ കൂടെ പെരച്ചക്ക് ജോയിൻ ചെയ്യുകയാണ്. അഫീ, എനിക്ക് സീരിയസ് ആയിട്ട് എന്തോ പറ്റിയിട്ടുണ്ടോ? നോമ്പ് വെൽക്കാതെക്കാൻ വേണ്ടി ചെറിയ അസുഖം ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ചെയ്തതാ. കയ്യിൽ നിന്ന് പോയി. വലിയ അസുഖമൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ. പക്ഷേ ഈ വിളിച്ചാൻ ഈച്ചില്ലാതെ പോയല്ലോ. വിളിക്കാൻ ഈച്ചില്ലാത്തൊരു പെൽച്ച.
പോയി 100% പടച്ചു കൊടുത്തേക്കാണ് 100% പടച്ചു കൊടുത്തേക്കാണ് 50-50 ഇടേണ്ടത് പൊട്ട ഇടേണ്ടത് എങ്ങനെ ആ താൻ പാതി ദൈവം പാതി അറിയില്ലേ നമ്മൾ പൗതി ദൈവം പൗതി എൻ്റെ എത്ര 50 എൻ്റെ കുറച്ച് സ്വന്തം ഭാഗത്തുനിന്ന് വരണം. ഇന്നലെയൊക്കെ എന്തെങ്കിലും വായിച്ചു പഠിച്ചൂടേനോ? ഇന്നെന്താ സബ്ജക്റ്റ്? ഇന്ന് അറബി. എന്നാ എന്തെങ്കിലും പഠിച്ചൂടേനോ? അറിയേ എനിക്കറിയാം കുറേ അറബി. എനിക്ക് അറബിക്ക് ഡബിൾ പാസ്സാണ്. അതൊക്കെയാണ് എൻ്റെ കഥ. ആ എനിക്ക് അറബിക്ക് എത്രയും അറിയാം. 100 മാർക്കിന് 2 അറബി ഉണ്ടായിരുന്നു. അറബി സാറാണ്. ആ ഞങ്ങൾ മലയാളികളാണ്. പക്ഷെ എനിക്ക് ഇപ്പം അത്ര നോളജ് ഇല്ല. ബുദ്ധിയൊക്കെ ചോർന്നു പോയടോ ഈ യൂട്യൂബ് കൊണ്ടിരുന്നാണ്ട്. വെറും വ്ളോഗ് ഇട്ട് നടക്കല്ലേ, അറിവൊന്നും നേടണില്ലല്ലോ. ഒരു പുസ്തകം വായിച്ചിട്ടില്ല സത്യം കേട്ടോ. യൂട്യൂബൊക്കെ ചെയ്ത് ബുദ്ധി പോയി നമ്മളെ അഫിയെ. യൂട്യൂബ് മാത്രമേ ഉള്ളൂ, ബുദ്ധി ഇല്ല ഇപ്പോൾ. പച്ചപ്പനന്തത്തെ സൗണ്ട് ഇല്ല കേട്ടോ. എന്നാലും അഫി എങ്ങനെ എത്ര പെട്ടെന്ന് നീച്ചേ? എന്താ എന്നും നിന്റെ മൊയ്തീനത്തെ പോലെ ആയിട്ടോ? അയ്യൻ്റെ വയ്യേ ആ തൊല്ലിയില്ലേ പറഞ്ഞ അങ്ങനല്ല. അഫിയ എന്തോ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക്. അതൊക്കെ കുരു പോയതേക്കാരം തന്നെയാണ്. നായിട്ട് ഇവിടെ കുരു വന്നീനി അവര് പോവാ. മച്ചിയെ മച്ചി തട്ടെടുക്കണോ ഞാൻ ഞമ്മ വരില്ല. ഇപ്പം ഏത് മൂഡ്? ബ്രസീൽ മൂഡ്. Samia mia he he waka waka he he Samia mia zangleva Estempo Africa ay machi makka waka mode Samina mia he he waka waka he he Samia mia zangleva Estempo Africa ena mana madoni dene mama oh 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 nani dike make bogi mana mama oh oh nani waka waka wa waka waka wa Samina mia zangleva This time for Africa. Sana madoni diki biki bamma bo oh oh oh. Sami dika makamogi biki bamma bo oh bo oh. Sami baka baka baka. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഫ്രൂട്ട്സ് വെട്ടി കൂട്ടിയത് അത് മാത്രം. അല്ല അധികം അമ്മച്ചിനോട് ഓർഡർ ചെയ്തോ? എടാ ഇങ്ങോട്ട് ഇരുന്നാണി, ഞാൻ നടുവിലിരിക്കാം. ജിംഷ അവിടെ ഇരുന്നോ? ആഫി അപ്പുറത്തേക്ക് ഇരുന്നോ? ആഫി അപ്പുറത്തേക്ക് ഇരിക്കും. ആ എന്നാ അവിടെ നിന്ന് പെൽച്ചക്കൻ്റെ ഉണ്ണിയപ്പം. ഇന്നലെ ഈ സമയത്താണ് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ഇത് തിന്നത്. ഉപ്പുമാവ് 500 റുപ്യക്ക്. റിഗ്രറ്റായി. അത് 500 റുപ്യക്ക് ആ ഉപ്പുമാവ് തിന്നപ്പോൾ എനിക്ക് എന്താ തോന്നി അറിയാം? ഇമ്മച്ചിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കണം, ഇവിടെ ഇങ്ങനെ ബാക്കിയായി ഇങ്ങനെ ആരും എടുക്കാതെ കിടക്കലുണ്ട്. ഞാൻ ആ ഉപ്പുമാവ് എന്തൊരു ടേസ്റ്റിലാന്നല്ലേ തിന്നറിയാം. അതാണ് ഇനി നമുക്ക് വല്ലാത്ത സാധനങ്ങൾ നാളെ വില വരുന്ന സമയം വരും. എന്താ ഒന്നാമത്തെ നോമ്പ് എന്താ സ്പീഡ്? അലാമത്താണ് അറിയാം. ദിവസം മണിക്കൂറാവും, കൊല്ലം മാസമാവും, മാസം ദിവസമാവും, ദിവസം മണിക്കൂറാവും, മണിക്കൂർ മിനിറ്റ് ആവും, മിനിറ്റ് സെക്കൻഡ് ആവും, സെക്കൻഡ് ഇന്നലെ അതിൽ കമൻറ്റ് ബോക്സ് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇന്നലെയാണല്ലോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വ്ളോഗ് കണ്ടത്. എത്ര ഓൽക്കിപ്പോൾ സ്ഥലകാല ബോധം ഉണ്ടാണത് ഇത് കണ്ടപ്പോഴാണ്, വ്ളോഗ് കണ്ടപ്പോഴാണ്. ഭയങ്കര സത്യമാണ്. ഞാനിപ്പോൾ 3 ദിവസമായി ഒരു 10 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടെടുക്കാൻ നോക്കണം. തീരണ്ടേ?
അത് കിയാമനാളിന്റെ അടയാളല്ല കേട്ടോ. അത് ഈ കൊല്ലത്തെ മുഴുവൻ കാണുക. ഇവിടുക്കെ പോണോ ഇനി +2 മാർക്ക് കുറഞ്ഞപ്പം വരും. അത് കിയാമനാളിന്റെ അടയാളത്തിൽ പെട്ടാണ്. നിങ്ങളൊക്കെ +2 പരീക്ഷ എഴുതണ തന്നെ കിയാമനാളിന്റെ അടയാളത്തിൽ പെട്ടാണ്. ഇവിടം വരെ എത്തണ്ടോ ലെവലൊന്നും, എത്തണ്ടവരെ ലെവലൊന്നും. കോമഡി പറയുമ്പോ എനിക്ക് ഡെസിബലില് കിട്ടണില്ല കേട്ടോ കോമഡി. ഇതെന്റെ ഓടിച്ച് ജിമ്മിക്ക് അതിൻ്റെ വെള്ളതാണ്. നമുക്ക് പേടില്ലല്ലോ. മാർക്കോന്റെ മേത്തേക്ക് വല്ല തുണിയും ചാഞ്ഞതാവും. മാർക്ക് അങ്ങനെ കുറച്ചപ്പോ നോക്കിയപ്പോ ആരംഭിക്കാൻ വേണ്ടി തോന്നിച്ചു. പിന്നെ റേറ്റപ്പോൾ കാണാനല്ല. ഇനിയിപ്പോൾ ആരെയും ചിലപ്പോൾ പോയപ്പോൾ നീച്ചിക്ക് നോക്കാൻ വേണ്ടി നിൽക്കാം. ഗേറ്റിന്റെ അവിടെ വീട്ടിൻ്റെ അവിടെ നല്ല എല്ലാവരും കടന്നിട്ടും ആളുണ്ടോ. ഒരു കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിറങ്ങി. അങ്ങനെ എന്നാലും മിന്നാന്ന് 10 മണിക്ക് എപ്പോഴാ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഓണടിച്ചു പറഞ്ഞു. പലിശക്ക് എല്ലാവരും നീച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒറ്റക്ക് വിളിക്കണം. എൻ്റെ അവസ്ഥ ആദ്യം നീച്ചിട്ട് പടാവാൻ വയ്യ. എൻ്റെ അവസ്ഥ വെച്ചാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് എൻ്റെ വിളി വരുന്നില്ലെങ്കിൽ പോന്നോണ്ടിട്ടോ ഇവിടെ പാടായിട്ടുണ്ടാവും. ഇത് ഇന്നെ കണ്ട് പേടിച്ചെടുത്തിട്ടോ. ഞാൻ ചേരം പെട്ടുണ്ടാവുക. അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ എനിക്ക് അവിടെ പോയി നോക്കണല്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്തേലും ഉണ്ട് കണ്ട അവിടെ പോവും. പേരൊക്കെ ഉണ്ടാവും. ശരിക്കും ആപ്പിളിനെക്കാട്ടിലും നല്ലതാണല്ലോ പേരക്ക. റിച്ച് ഫൈബർ. ഷുഗറിന് ഏറ്റവും നല്ല സാധനം അത് ഫ്രൂട്ട്സിൽ ഫസ്റ്റ് സാധനം. പക്ഷേ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടാണല്ലോ പേരക്കൊക്കെ അതിന്റെ വാല്യൂ ഇല്ലാത്തത്. അപ്പൊ എവിടെയും കൂടുതൽ അവൈലബിൾ ആവരുതല്ലോ, വാല്യൂ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടതാ. അങ്ങനെയാണ് പേരക്കന്റെ സ്ഥാനം നഷ്ടപ്പെട്ടത് ഫ്രൂട്ട്സ് സാലഡിയിൽ. പേരക്ക കാട്ടിലും റോട്ടിലും തോട്ടിലൊക്കെ ഉണ്ടാവും. പേരന്റെ ബാക്കിൽ തന്നെ എത്ര പേരക്ക സ്വന്തം മറ്റേ ഇതുമെന്ന് ചാടി ഈ പക്ഷികളൊക്കെ ഉണ്ടല്ലോ പിന്നെ കുരു കൊണ്ടുപോയിക്കാണ്ട് വിസർജിക്കും. വിസർജിക്കുമ്പോഴൊക്കെ അത് ഇതുണ്ടായി സാധനം ഉണ്ടായിക്കാണ്ട് അതിന്മേലൊക്കെ പേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് നെല്ലിക്കൊക്കെ അങ്ങനെയാണ്. പേരക്ക് സീസൺ ഇല്ല. സീസൺ ഇല്ലാതെ ഉണ്ടാവണ ഒരേ ഒരു ഡിസ്ക്. പക്ഷേ ആപ്പിളാവട്ടെ ബാക്കിയുള്ള പഴങ്ങളൊക്കെ ആവട്ടെ വെറുതെ അങ്ങനെ ഇപ്പോൾ നേന്ത്ര വെറുതെ ഉണ്ടാവില്ല. കുഴിച്ചിടണം, റോബസ്റ്റ് കുഴിച്ചിടണം. ശരിയാ. അതല്ല പറഞ്ഞല്ല നിലക്കുണ്ടാവും. പയം അല്ല പയല്ല കിളികളെ സ്വന്തം ചാടി ഉണ്ടാവില്ല. ഒന്നൊന്ന് കുഴിച്ചിട്ടോ. പയം എങ്ങനെ കുഴിച്ചിടുക? പയം കുഴിച്ചിടാൻ പറ്റില്ലല്ലേ? വാഴകൾ ഓനെ നോക്കുക വാഴ പറഞ്ഞപ്പം. എടാ ഞാനേ ഇങ്ങോട്ടോ അതിന്റെ ജ്യൂസ് എവിടെ വെച്ചെടുത്താ കൂടി വാവേ ധാരാളം ചെയ്തടാ. ഇവിടെ ഇങ്ങോട്ട് 0.5 ഇവിടെ 0 ഇവിടെ 2. ഡ്രിമ്മോ എടാ എന്താ നിങ്ങൾക്കൊക്കെ സെൻഡ് ഓഫിന് പറ്റിയ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു നിങ്ങളെ. എന്തോ മേലേക്ക് വീണല്ലേ? റൂമിന്റെ ജനലടച്ചിട്ടിട്ടില്ലേ? വാതിലടച്ചിട്ടിട്ടില്ലേ? വാതിൽ തുറന്നിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് അനങ്ങണില്ല, ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നോട്ടെ. ഞമ്മത്തെ അമരമ്പലം വന്യ എന്താണ് വന്യജീവി സംരക്ഷണ മേഖല രണ്ടെണ്ണം. ഒന്നല്ല രണ്ടെണ്ണം. ഇങ്ങോട്ട് ഇരുന്നാ തിന്നാ ആലോചിക്കണോ? ഞങ്ങളൊക്കെ ഇവിടെ ഇത് വളരെ രക്ഷപ്പെട്ടവണ്ട്. ഞാൻ വെച്ചിട്ട് ഇരിക്കട്ടെ. ഇങ്ങോട്ട് എന്തിനാ
ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇന്ന് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിക്കില്ലാക്കാണ്. നിങ്ങളേതെങ്കിലും കാലത്ത് വരുന്നതിന് ഫാന് ഇതിമ കൂട്ടാണ് കറണ്ട് അടിച്ചാണ് പോകുന്നത്. മേലെ പോയിന്നാ കിട്ടും. ആ കയ്യിൽ പോയിട്ട് പോയി 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 ചെന്ന് വന്ന് ഇവിടെ ഇരുന്നാന്ന് എൻ്റെ ഒരു സേവിങ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ പോയിക്കണോ? അത് ഞാൻ അത് വന്ന വരവ് പേടിച്ചാള വരവിനെ ഇവിടെ ഓർമ്മയില്ല. ഇതിന്റെ മേലെ കൂടെ നടന്നോണ സൗണ്ട് ആദ്യം ഞാൻ ഇതിൽ കൂടെ ചെങ്ങല പോയി എന്നൊക്കെ പറയുമ്പോ എന്നെ കളിയൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെ പോയ മനുഷ്യൻ പോയില്ല ആരാ മെരുകോയി സൃഷ്ടിയ ടം 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 പറഞ്ഞ കുട്ടി വരുന്നുണ്ട്. ചെങ്ങല പോയതന്നെ നീ കൊറേ മുന്നല്ലേ. പിന്നെ യാസിമ് അവിടെ ഇരുന്ന് കണ്ട ഇങ്ങനെ നോക്കി രാവിലെ നമ്മളോട് നിങ്ങൾ കേട്ടോ നിങ്ങൾ സൗണ്ട് ഇല്ല ഞാൻ ബാൽക്കണിയിൽ നിന്ന് സിനിമ ആണ് കഴിഞ്ഞാലോ രാത്രി ഉണ്ട് സൗണ്ട് ഇല്ലാത്ത വിളി രാവിലെ തന്നെ പടേ കേട്ടില്ല ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല ഞാനും കേട്ടില്ല. നിങ്ങൾ കേട്ടിക്കണെങ്കിലേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല. ബാസില് ഓയ് ഓയ് നമ്മളൊക്കെ തീറ്റ തുടങ്ങി. എവിടെ ഞാൻ വാ രാവിലെ 3:30 ഗ്രൂപ്പിൽ പോട്ടില്ല ജിമ്മ് പോണോ? ബാസിലിന്റെ ജിമ്മ് ടൈം അതല്ല രാത്രി 2 മണി മുതൽ 4 മണി. ജിമ്മിന്റെ രസം പോവും നോമ്പ് കഴിഞ്ഞാ. അതാ പിന്നെ ഉറക്ക് ശരിയാവില്ല. ഒരു മാസം കൊണ്ട് 3 മണിക്ക് എനിക്ക് ശീലം എങ്ങനെ ഉറക്ക് ശരിയാവില്ല. പിന്നെ ഓനെ ഉറക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വയ്ക്കണ കൂട്ടത്തില്ലല്ലോ നമ്മളെ പോലെയല്ല. കണ്ടോണ്ടി ഇപ്പൊ സൗണ്ട് അല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വെച്ചോ. സ്ലീപ് ബെൻഡർ ആണ്. റെസ്റ്റ് എടുക്കാതെ അവന് സൗണ്ട് ഉണ്ടായി. ഇവിടെ എനിക്ക് കേട്ടോ വേണ്ടേ ഞാൻ കേട്ടിട്ടില്ല. ഇജ്ജ് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അതവിടെ ചാടിക്കാണ് അവിടെ ചാടിക്കാണ്. നമ്മളെ നാട് ഫുൾ ഡേഞ്ചർ നാടാണ്. അതല്ലേ ഈച്ചു ആന്റി ലൈറ്റ് ഒക്കെ ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ പോയിന്നില്ലേ പുലി കാണാന് മിഞ്ഞാന്നത്തെ 2 ഫോട്ടോ സാറേ എല്ലാവരും ചടഞ്ഞി നടക്കുക. ആടോ ഞങ്ങളെ നാട് സീൻ നാടാ. ഫോറസ്റ്റ് ഓഫീസുകാർക്ക് പിടുത്തം കിട്ടായിട്ട് പുലി അതിന്റെ മുന്നിൽ പോയി കീഴടങ്ങി. അങ്ങനത്തെ ഒരു നാട് അല്ലേ സാറേ പോയി സാറേ ബ്രേക്ക്ഫാസ്റ്റ് ആയോ? ആ അത് കേട്ടോ എവിടെ? അല്ലേ അമ്പലത്തിലല്ലേ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ജന്തുക്കളില്ല കേട്ടോ. പുലി കരടി ചുറ്റുഭാഗം നമ്മളിപ്പോ വിവേകേട്ടൻ കൊണ്ട് നെറ്റ് അടുപ്പിച്ചിരിക്കണം. എന്നിട്ട് ഈച്ചുവിന്റെ ആ സീലിങ്ങിന്റെ ലൈറ്റ് ഉണ്ട് ഇങ്ങനെ ഇളകി നിൽക്കണം 2 എണ്ണം. അപ്പൊ ഈച്ചു അറിയാം അതിലൊക്കെ മൂത്രം ഒഴിക്കുന്നുണ്ട് ചിലപ്പോൾ. അപ്പൊ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണ എങ്ങനെയാ ചോദിച്ചൊക്കെ അയക്കാരം പേടിച്ച് കാറിനല്ലേ പറഞ്ഞില്ലേ കടുവ ഞാൻ നല്ല പറഞ്ഞ ഈ കടുവക്കാട്ടിൽ കൂടി ഓനെ വരുത്തിച്ചത് വെച്ചിക്കണം. അപ്പൊ എന്തോ കാറിന് എന്തോ വണ്ടി ഞാൻ ആ ഗേറ്റ് തുറന്നു കൊടുത്താ അതൊക്കെ തുറന്നു കഴിഞ്ഞു. മണ്ട പോയില്ലേ ചിന്തിക്കാനൊരു ബുദ്ധി വേണം. അത് ഗേറ്റിന്റെ ഒരു വെള്ളം ഡ്രസ്സിട്ട് സാധനം ഉണ്ട്. ഞാൻ പോയോട്ടെ. പേടിയൊന്നുമില്ല ഒരു ഭയം. ഞാനാണെങ്കിൽ പോവില്ല. ഗേറ്റിന്റെ അവിടെ എന്തുണ്ട് ഇനി ഡ്രസ്സ് ഉണ്ടോ ഇല്ലെന്നല്ല അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോവില്ല. കസാലില്ലേ പിന്നെ ഇന്നത്തെ ഭക്ഷണം എന്താ പറയുക? റോൾഡ് ഓട്സ്, പംകിൻ സീഡ്സ്, കാഷ്യൂസ്,
ബദാം, ആപ്പിള്, അണ്ടിപ്പരിപ്പ്, റോബസ്റ്റ്. ഓരല്ലോ ആ മറ്റേ കാശ്മീരിന്റെ സാധനം ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി. വാൾനട്ട് ഉണ്ട്. രാവിലെ തന്നെ തിന്നാല് വാൾനട്ടൊക്കെ ഉണ്ടടാ, ഒരു വാൾനട്ടൊക്കെ ഉണ്ട്. തടി പറയാനാ തടി കൂടാതെ ഗേറ്റ് തുറന്നു. ബാസിലെ ഇന്നലെ ഉണ്ടാക്കിയ ആ ചോറിൻ്റെ അതൊന്നും നമുക്കറിയാം. ആൾക്കാർ ഇന്നത്തെ ഒരു പറയുന്നതാണ് എന്താണ് ഇപ്പൊ ചില ഓഡിയൻസ് ഫേവറേറ്റ് ആണ്. ഓഡിയൻസിന് വേണ്ടി ഓഡിയൻസിന്റെ അവിടെ നിലനിൽക്കും. അവിടെ നിന്നിട്ട് നമ്മളോട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ എന്ത് യൂട്യൂബിലോ എങ്ങനെ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ അന്ന് ഇന്നത്തെ പേര് പറയാമോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ലീക്കായോ പറ്റില്ല. എനിക്ക് അല്പം വൈകി. ഗേറ്റിനോട് ആരെങ്കിലും ഉണ്ടോ? ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും കണ്ടോ? ഇവിടെ ഇരിക്കണോ? എടാ അതാ മറ്റേ മരപ്പട്ടികാരം അല്ല ആരെങ്കിലും പോയി ഓക്കെ അതൊരു സൗണ്ട് ഉണ്ടാക്കിയാണ്ടേ പിന്നെ പാലിട്ടോളൂ ഇങ്ങനെ ഞങ്ങക്ക് അടിയുണ്ടോ? നിങ്ങളെന്തെന്ന് 10 രൂപ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഓടിച്ച് ഡയറ്റീഷ്യൻ പറഞ്ഞു ഇത് തിന്നാന്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി 10 ഉണ്ണിയപ്പം, ചപ്പാത്തി, ചക്കര, അടി, കുറച്ച് ഇന്നലത്തെ പൊരിക്കടി ഉണ്ടാവും കൂടി തിന്നാ. കറക്റ്റ് ഡയറ്റായി ഇവനെടുന്ന് കിട്ടി ആരൊക്കെ അകത്താക്കിയേക്കാം. ഇവനൊക്കെ ഏതാ ആളറിയോ? ഞാൻ ചില്ല് തുറന്നിട്ടാ പോന്നിയത്. ഇങ്ങളെ കൂറ്റമ്പാറന്റെ ബൗണ്ടറി കയറിയപ്പം ചില്ല് വന്നു. പുലി പുലിപ്പേടി. ഇന്നലെ പറഞ്ഞില്ലേ എന്തിനാ അവനെ വരുത്തിച്ചു. 2 പുലിണ്ട്. ആ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോയി അതല്ല ആരോഗ്യ കേന്ദ്രത്തിന്റെ ഹെൽത്ത് സെന്ററിന്റെ സെന്ററിന് മുന്നിൽ പോയില്ലേ പുലി? ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യത്തിന് കാറിന് പോന്നല്ല ഡിസ്കേ ഇപ്പൊ പുലി കുടിച്ച ഷെയ്ദിന്റെ പുലിണ്ടോ? എത്തണം എന്നാലേ ഇപ്പൊ പറയാൻ പറ്റൂ. തീരുമാനിക്കാണ്ടാവും. എന്തായാലും ഒരു കാര്യത്തിൽ തർക്കമല്ല, പുലി അതിൻ്റെ ഉപജീവനം ഒന്ന് മാത്രമാണ്. മനസ്സിലാക്കുക. അതിന് വിശന്നിട്ട് ആനയാവട്ടെ പുലിയാവട്ടെ അതൊക്കെ കാട്ടിലെ ഏത് ജന്തുക്കളും മനുഷ്യന്മാർ എന്ത് ചെയ്തു അറിയോ, അവരുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറി അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാട്ട് വിഭവങ്ങൾ ശേഖരിക്കാനും കക്കാനും അവരിതിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവിടെ എന്ത് ചെയ്തു, താളം തെറ്റി. പോലും ഓൻ്റെ ജീവൻ വയറ്റ് വിശപ്പ് നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങി. നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അത് വലിയ ശല്യമായിട്ട് തോന്നി. പക്ഷെ എനിക്കതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും ഈ പട്ടിനെ വളർത്തുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ അറിയോ, ഐറ്റങ്ങൾ തിന്നാൻ കൊടുക്കണമെങ്കിൽ നന്ദി ഉണ്ടാവും. 100% മനസ്സിലായില്ലേ? വാലും കീനൊന്നും ഇങ്ങനെ ആട്ടും. പുലിക്കില്ല. ആ അല്ല പുലിൻ്റെ അതില്ല അല്ല അല്ല പറഞ്ഞിട്ടില്ല, ജീവജാലങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വെച്ചാൽ ഇറ്റുങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണ്, വേറെ ഒരു രാഷ്ട്രീയ മത ജാതി ഈ ഒരു ഇതിൻ്റെ പേരിൽ ഒരു പുലിയും ഒരു കടുവയും ഒരു കരടിയും ഒരു ആനയും ആക്രമിക്കണില്ല. പാമ്പ് നേരെ ഒന്ന് കടിക്കൂല. മനസ്സിലായി? ഒരു പാമ്പ് അവിടെ വന്നേ കടിക്കോളൂ. ഓടി വന്നിട്ട് മനസ്സിലായില്ലേ, ഇങ്ങോട്ട് വന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു, ഇവരൊക്കെ ഒന്ന് കടിച്ചിട്ട് പോയാൽ 1 2 3 4 1 2 3 ആണ് കടിച്ചു പോകില്ല. അത്ര അതിനിട്ട് ചവിട്ടുമ്പോഴാണ് അത് കടിക്കുള്ളൂ. അതിന് വരുത്താവുന്നു. ഭൂമിയുടെ അവകാശികൾ വായിച്ചിട്ടുണ്ടോ? ആ ഫുള്ള് വായിക്കും. ഭാഗേന്ദ്രൻ ചുള്ളിക്കാടിന്റെ അല്ലേ? അതിന് പറയണ്ടില്ലേ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമാണത്. മാറിപ്പോയി. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നോമ്പ് കഴിയുമ്പോൾ ഞാൻ ഇത് അറിയാം, സ്കോറിനനുസരിച്ച് പൈസ കൊടുക്കും.
ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയണം. ഓരോ ചോദ്യം ഇടയ്ക്ക് ചോദിക്കും നോമ്പുമായി ബന്ധപ്പെട്ട്. ആ തുണിയെ കഴിച്ചിട്ട് താത്തിട്ട് അല്ലെങ്കിൽ തുണി താത്തിട്ട് അല്ല ക്വസ്റ്റ്യൻ ഒന്നിപ്പോ ആ അങ്ങനെ ഒരു പൈസ ഫുഡ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയില്ല. മര്യാദയാണ്. അറബി മാസത്തിലെ അറബ് നാട്ടിൽ അകലെ ഏത് മാസത്തിലാണ് നോമ്പുള്ളത്? റമദാൻ. ചോദിക്കുന്ന ആളെ പറയാൻ പാടുണ്ടോ? കേറി പറയല്ലേ. അല്ലേ തോക്ക് കയറി വെടി പൊട്ടിക്കല്ലേ. റമദാൻ മാസത്തില് ഇംഗ്ലീഷ് ആയോ? അതിപ്പം ചോദ്യമല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം. റമദാൻ മാസത്തിലെ നോമ്പ് എത്രാമത്തെ മാസമാണ് അറബി മാസത്തിലെ? 26. ആണോ 26 കേട്ടോ. ഓരോ എന്താ ചോദ്യം? ഉത്തരം മനസ്സിലാവുന്ന ഞാൻ പറയട്ടെ. കൊല്ലവർഷം ഇത് ഉണ്ടല്ലേ, കൊല്ലവർഷം ഇത് 2026 ഫെബ്രുവരി എത്രാമത്തെ മാസമാണ്? ഫെബ്രുവരി 2026 ഫെബ്രുവരി എത്രാമത്തെ മാസമാണ്? എത്രാമത്തെ ദിവസല്ലേ? ഹേയ്, ഫെബ്രുവരി മാസം കിട്ടണല്ലേ? ഫെബ്രുവരി മാസം എത്രാമത്തെ മാസാണ്? ആ എത്ര മാസം ഒരു വർഷത്തില്? ഒരു മാസത്തില് ഒരു 30. അല്ല അതല്ല അല്ല 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 ഞാനതല്ല പറയുന്നേ. ഇതൊക്കെ ഓൻ പറയട്ടെ. ഫെബ്രുവരിയിൽ എത്രാമത്തെ മാസം എന്ന് വെച്ചാൽ ഞാനല്ല പറയട്ടെ. ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? ഒരു വർഷത്തിൽ 12 മാസം അല്ലേ? അതല്ല അതിൽ എത്രാമത്തെ മാസാണ് ഫെബ്രുവരി? രണ്ടാമത്തെ. അതെ, കറക്റ്റ്. അങ്ങനെ അങ്ങനെ കത്തിവാ കുറച്ചുകൂടി അവിടെ ഇരിക്കണ്ട. ഇനി അതേപോലെ അറബി മാസത്തിലും 12 മാസമുണ്ട്. 12 മാസമുണ്ട്. ഈ റമദാൻ പറഞ്ഞൊരു മാസമാണല്ലോ. ഷഅബാൻ, ഷവ്വാൽ ഒരു മാസമാണല്ലോ. ദുൽഹജ്ജ. അപ്പോ എത്രാമത്തെ മാസാണ് റമദാൻ? അതാണ് ചോദ്യം. ഒറ്റ പ്രാവശ്യം ഇതില്ല, റിപ്പീറ്റ് അല്ല. 2026 ഫെബ്രുവരി 2. പൊട്ടം കളിച്ച് പറയണോ? അല്ലല്ല 2026 പറഞ്ഞില്ലേ ഫെബ്രുവരി 2ാമത്തെ മാസമാണ് അറിഞ്ഞില്ലേ? ഇനി എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? അറബി മാസത്തിലെ 12-ന്റെ അടിയിൽ സംഖ്യയാണ് ഇനി പറയേണ്ടത്. പാസ് ഇല്ലട്ടോ. ഇനി വേണ്ട വേണ്ട വേണ്ട. ഇനി ആർക്കും പറയട്ടോ. ഒരു 7 പറഞ്ഞു. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു 7 പറഞ്ഞൊന്നുമില്ല. ഒരാൾക്കും പറയാം. ഒരാൾ കൂടി പറയാം എത്രാമത്താണ്. ഇത് പോയിന്റ് ആട്ടോ പറയണ. 9. ആ കറക്റ്റ്. എനിക്കൊരു പോയിന്റ് കേട്ടോ. പൈസ അവസാനം നോമ്പ് 30 പെരുന്നാ പൈസ തരും. പാർട്ടിസിപ്പേറ്റ് ഉണ്ടോ? ഏറ്റവും കൂടുതൽ പോയിന്റ് 5 പോയിന്റ് പോയിട്ടോ. 2 പോയിട്ടോ. ഒരു ഒറ്റ പോയിന്റ്, ഒരു പോയിന്റ്. അല്ല റമദാൻ മാസം ഞാനാ പറഞ്ഞു. അത് ചോദ്യമല്ല. അത് ചോദ്യമല്ല. പാർട്ടിസിപ്പേറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഫോൺ ഫ്രണ്ട് ഉണ്ടോ? 50-50 3-1 ഒരു വസ്തുല്ല. വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ കോടീശ്വരനില്. ഓഡിയൻസ് തരണം കേട്ടോ. ഞാൻ അതിന്റെ ഒരു റീൽ കണ്ടിനി. ഈ ഹിന്ദിയിലില്ല ഇങ്ങനത്തെ പരിപാടി കോടീശ്വരൻ. അതില് അമിതാഭ് ബച്ചൻ വിളിച്ചു കണ്ടു മറ്റൊരു. ഞാൻ नमस्कार, मैं अमिताभ बच्चन हूँ. हाँ, मैं शाहरुख खान हूँ. ഇട്ടം കൊടുക്കൂലേ? ഉറപ്പല്ലേ? ഓക്കെടുത്തിണ്ടോ ഇന്നൊക്കെ അവിടെ അമിതാഭ് ബച്ചൻ വിളിച്ചാണ്. എടാ അത് പച്ചല്ല ആ കുപ്പി. പക്ഷെ എന്താ കഴിക്കണേ? എന്തോ സീൻ ഫുഡാണല്ലോ. മധുരക്കിഴങ്ങും വെച്ചമറി. സിംഗാകുമ്പോ വെള്ളം ഉണ്ടാവും. എന്നാ അവര് ഇതുകൊണ്ട് ഇങ്ങനെ കിടിങ്ങനെ കുത്തിയാൽ മതി. അത് പോവും. നേരെ വെച്ചുക എന്റേതോ? ആ ഞാൻ ജിമ്മ് പോയിരുന്നു. ഞാൻ അവിടെ വിളിച്ചു. ഞാൻ റമദാൻ ഫോൺ യൂസ് ചെയ്യില്ലല്ലോ. ഉള്ളതൊരു ചെറിയ ഇന്നലെ എപ്പോഴാണ് കടന്നേ? ജിമ്മ് പോയിട്ട് എങ്ങനെയുണ്ട്? 10-നും 10:30 പരമശിവം കട്ടായി. ഉറപ്പല്ലേ? ഇന്നലെ മിക്സർ കളിപ്പിച്ചിട്ട്
ഒരുമാതിരി മിക്സ് ഇത്രയും കളിച്ചാൽ നല്ല വേദന ഉണ്ടാവുമല്ലോ. എല്ലാ 2 എണ്ണം കളിപ്പിച്ചില്ലേ, 3 എണ്ണം കളിപ്പിച്ചു ചിലത്. എനിക്ക് വേദന ഇന്നലെ വേറെ ബാവുക്കണ്ടി ഇന്നലെ ഉണ്ടാവില്ലേ? ജസ്റ്റ് 3 എണ്ണം കളിപ്പിച്ചു. ട്രിപ്പ് പോയത് നമ്മള് പണ്ട് പോയാ ഇപ്പനെ പറ്റി എന്താ പറഞ്ഞേ? എന്നിട്ട് ക്രിക്കറ്റ് കളിച്ചില്ല അവിടെ. ഞങ്ങള് പോന്നിട്ടില്ല. ഞങ്ങള് പോയത് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ മരിച്ചില്ലേ, ആക്സിഡന്റ് ആയി. എനിക്ക് ആ 5-6 പേരെ കണ്ടപ്പോ തന്നെ ആ മേലെ ഹട്ടുകളില്ലേ, അത് കണ്ടപ്പോ തന്നെ ഞാൻ ഈച്ചൂനെ വിളി തുടങ്ങി. ഓന്റെ ഫോട്ടോയിലും വീഡിയോ കണ്ടിട്ടേ. പക്ഷെ നമ്മക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലം കേട്ടോ. നിങ്ങൾക്കൊക്കെ നല്ല ഗ്രൗണ്ട് കണ്ടു പോകുന്നുണ്ടാവില്ലാണ്ട്. ഓലല്ലേ അതിന്റെ പേര് എനിക്കറിയാം. അല്ലേ? അവിടേക്ക് മൃഗങ്ങളൊക്കെ ഇറങ്ങും. അല്ല അപ്പൊ റിസോർട്ട് മൃഗങ്ങളുടെ അടുത്തേക്ക് പോകില്ലല്ലോ. ബാസിൽ ആക്റ്റീവ് ഉണ്ട് തീരെ. ജിമ്മെന്ന് തല ഓട്സ് അങ്ങോട്ട് ചാടിച്ചിട്ട് പോണില്ലേ, എന്നിട്ട് വെള്ളം നാവിന് രുചിയിലുള്ള ഒന്നും കിട്ടുള്ളൂ. അല്ല ഇത് എനിക്ക് ഇഷ്ടം. ഇത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഇഷ്ടമാണ്. ചവക്കം കേളും ഫ്രൂട്ട്സ് ഇട്ടിട്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. വെള്ളം പിന്നെ കുടിച്ചു. അപ്പൊ ഞാൻ എന്നും മറ്റേ അട തന്നൊരു ഗോതമ്പിന്റെ എന്നാ പോവാ ചക്ക നല്ല ചക്കടി അതിൽ നിറച്ചു മതി. ആകെ ഇടക്ക് തിന്നാ ഇടക്കൊരു 8-10 തിന്നണേല് കുഴപ്പമൊന്നുമില്ല. ഇടക്ക് പൂജ തിന്നലുണ്ട് കേട്ടോ. പൂതയാകുമ്പോ ഇഷ്ടമുള്ള മനുഷ്യന്മാരെ ജീവിച്ചേ ഡയറ്റൊക്കെ മതി. ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടി എന്നും ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ എന്നും പൂതയാവണ ബിരിയാണി എന്നും തിന്നും. ഉച്ചയാകുമ്പോ ബിരിയാണി, രാത്രി മന്തിയും. ഗറൊക്കെ ഫുള്ള് പൂതി നോക്കണ്ടായിരുന്നു. ഇത് തേനാണല്ലോ. നമ്മളെ പെരയിലുണ്ടാക്കിയതാണ്. നല്ല തേനാണല്ലോ ഇത്. ഒരിത്തിരി വെറുതെ കഴിച്ചോക്കാം. അതറിയോ, ഞാന് തേനീച്ചാളെ കൊല്ലാത്തതിന് ഏക കാരണം എന്താണ്, മറ്റേ കൂടെ കണ്ടിട്ട് കടിച്ചിട്ടങ്ങട്ട് ഇത് ശങ്കുണ്ണി നമ്മളിവിടുന്ന് എടുത്താണ് പെട്ടിന്ന് എടുത്താ. ശങ്കുണ്ണി ഡയറക്ട്ലി വന്ന് ചെയ്യണാണ്. വൈദ്യുതി കൂടെ വിടണല്ല, പിക്കിങ് ഹാൻഡ് പിക്ക്ഡ് ഹണിയാണ്. നല്ല അടിപൊളി തേന. തേന ഒറിജിനലാണോ ഇങ്ങനെ നോക്കലുണ്ടല്ലേ? വെള്ളം പാർന്ന് ഫ്രീസറിലൊക്കെ തേനിൽ വെള്ളം പാർന്ന് ഫ്രീസറിലൊക്കെ തേന തേനായിട്ട് വെക്കും, വെള്ളം കട്ടിയാവും. പക്ഷെ പിന്നെ പുറത്തേക്ക് എടുക്കുമ്പോ എന്താ ചെയ്യാ? കട്ടവേലത്ത് പൊട്ടിച്ചാലേണ്ടി വരും. തേന് ഒറിജിനൽ തേനാണോ ചെക്ക് ചെയ്യാം. മുന്തിരി വെള്ളം മുന്തിരി വെള്ളോ അതൊക്കെ രാവിലെ തിന്നിന്. അപ്പൊ എന്താ കൊടുന്നു? മുന്തിരി വെള്ളം കുടിച്ചാൽ എല്ലാരും ആടുട്ടോ. മൂലരിട്ട് സിങ്ക് ഉണ്ടോ? ഒന്നും നിർത്താൻ പറ്റൂ. രണ്ടിട്ട് കൊടുക്കൂലേ ഇല്ല അത്ര പൊട്ടൊന്നുമില്ല. അത് റീന ഉണ്ടാക്കിയ ചൂടുവെള്ളത്തിലിട്ട് TR-ന്നൊരു പൊട്ടലോട്ടിക്കണ് കൊമ്പൂച്ച. നല്ല മധുരാട്ടോ. സീനാണ്. ഇപ്പച്ചി സാധാരണത്തിന് എന്നാ പൊട്ടിച്ചത്. അതിനെതിരെ പോലെന്നോ ഇപ്പച്ചി ഒരു നിമിഷം സ്വാതന്ത്ര്യ സമര സേനായി ആയി കരുതി. ഈച്ചോട് വന്നിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് പോയത് ആ കുമ്പൂച്ച ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അത് അതേമാതിരി പൊട്ടിച്ചിട്ട് മെല്ലെ. ഞാൻ ഫോണിലാണ് മക്കയിലാണ് ഫോണ് ഞങ്ങനെ ചാര പുഴുങ്ങാനാ. ചിക്കൻ കഴിച്ചു. ഇതൊക്കെ കൂറ്റി കഴിച്ചോളി, ഇതൊക്കെ കൂറ്റി കഴിച്ചോളി. ചക്കര കിഴങ്ങാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് അല്ലേ? ഫൈബർ റിച്ച് ഫൈബർ. ഇതൊന്നും നമ്മളെപ്പോഴും തിന്നണ്ടല്ലേ? ശരിക്കും ഇതൊക്കെ തിന്നണല്ലോ. ഈ ട്യൂബേഴ്സും ഒക്കെ മിക്സ് ചെയ്ത് തിന്നണല്ലോ. എല്ലാം വേണമെന്ന്. ട്യൂബേഴ്സ് പറഞ്ഞാൽ അടിയിൽ വേരുള്ളതേ ചക്കരക്കിഴങ്ങും അടിയിൽ വേര്. പൂള ഇംഗ്ലീഷ് മീഡിയം കിഴങ്ങ് TTC പഠിപ്പിക്കല്ലേ?
ഞാൻ ബ്രിട്ടീഷ് പഠിച്ചാൽ ഞാൻ ട്യൂബർ പഠിച്ചിട്ടില്ലല്ലോ. അത് പഠിച്ചിട്ട് ഞാൻ മറക്കണ നമ്മളെ എപ്പോഴും ഉപയോഗിക്കാത്ത കാട്ടുപയർ കാട്ടുപയർ ആ കട്ടില്ലാത്തൊരു പയർ ചെള്ളിച്ച പയർ നല്ലതാ. ആ തോട്ടപ്പയറല്ലേ? ആ തോട്ടപ്പയർ എന്തിനല്ലായി എല്ലാത്തിനും ഞാൻ ചിലപ്പോ അങ്ങനെ പേരുണ്ടാവും. എന്തിനല്ലാതെ ഞാനേ ചെള്ളിപ്പയർ എന്തിനാണല്ലേ? നമുക്ക് ആരോഗ്യം ഉണ്ടാവും. പക്ഷെ വാർഷികം കഴിഞ്ഞില്ലേ എന്ത് കൈൻഡ് ഓഫ് ആരോഗ്യം? സാറായില്ലേ? ടോപ്പായി ആളുകൾ 100 മാർക്ക് കൊടുക്കുന്നു. അത് പരീക്ഷ ഉണ്ടെന്നോ? അത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒത്തില്ല. ഒന്നും ടേൽപ്പില്ലല്ലോ. എടാ ചിക്കൻ വളരെ എടുത്തോളിട്ടോ. ഞാൻ 3 പീസ് എടുത്തു. കറിയിലിട്ടൊക്കെയാണേ കറിയിട്ട് നമുക്ക് കഴിക്കാം. ചക്കരക്കിഴങ്ങും ചിക്കൻ കറി തീ പാലിട്ടോ. നല്ല രസമുണ്ട്. ഒഴിച്ച് വെച്ചോക്കാം. ഇതെൻ്റെ ഡയറ്റീഷ്യൻ വേണ്ട അറിയില്ല. ചിക്കൻ കറിയിലൊക്കെ നല്ല തൂമിച്ച് കണ്ട എണ്ണ അറിയണം കറി വെച്ചിട്ടുണ്ട്. ആ ഉള്ളി 1/2 കിലോ എണ്ണ ഉണ്ടെങ്കിൽ എൻ്റെ മേലെ എന്നാ ചോദിക്കല്ലേ? വിളിച്ചോ എത്തിയില്ലേ? അവിടെ എത്തിയിട്ട് വിളിച്ചിട്ടില്ല. അവിടെ എത്തിയ കുറച്ച് തിരക്കുണ്ടാവും. അതുപോലെ അതാണ് വിളിക്കണ്ട. ഒരു ഉമ്ര മര്യാദക്ക് ചെയ്താൽ മതി. ഏറ്റവും രസമുള്ള ഉമ്ര ഇവിടുന്ന് ചെന്നിട്ടുള്ള ഉമ്രയാണ്. പിന്നെ പോയി ചെയ്യണില്ലാറെ ഫസ്റ്റത്തെ ഉമ്രയാണ്. ഒരു എക്സൈറ്റ്മെന്റ് ആവില്ലേ? എന്താ പറഞ്ഞില്ല മനസ്സിലായില്ല. ഞാക്കണ എൻ്റെ അടുത്തല്ലേ ടീച്ചറോട് പറഞ്ഞാണ് കറക്റ്റിൽ പ്രാർത്ഥിച്ചു പറഞ്ഞത് എല്ലാവർക്കും. ചോനോട് പറയാൻ കുറവ് ടച്ചിൽ വെക്കാൻ ഓനെന്താ വിചാരിച്ച ഇത്രയും നിസ്സാരിയാണോ? ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ പരീക്ഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വയ്ക്കണീച്ചു എല്ലാ കുട്ടികൾക്കും. തെറ്റേരി കൊടുക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഈച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. മെസ്സേജ് ഒന്നുണ്ടാവും. ഈച്ചുവിനിപ്പോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗത്ത് പോലെ സപ്പോർട്ടായല്ലോ ഇന്നലെ മുതൽ. അപ്പൊ എന്ന് വെച്ചാൽ കാപത്തിനൊക്കെയല്ലേ പോയിക്കണേ. എങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് റിനാനെ പോലെ ഉള്ളോലെ താൻ പാതി ദൈവം പാതില്ലേ? താൻ പൗതി ദൈവം ഫുള്ളാണ്. എന്റെ മാർക്കിസ്റ്റ് കിട്ടി. മാർക്കിസ്റ്റ് അല്ല മാർക്ക് ലിസ്റ്റ്. മാർക്കിസ്റ്റ് സാററിനു കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇപ്പൊ തന്നെ 70 സംതിങ് ഉണ്ട്. അപ്പൊ കൂടുതൽ പഠിക്കണ്ടായിരുന്നു. പഠിക്കണ്ട മാസം ഇപ്പൊ തന്നെ ഫുൾ ഡീക്കാണ് പോണത്. അപ്പൊ കുറച്ച് പഠിത്തം കുറക്കാൻ പറഞ്ഞു. അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെന്റേജ് ആണ്? 85%. മമ്പാട് കോളേജിന്റെ മുറ്റല്ലേ അവിടെ അങ്ങനെ ഇരിക്കാൻ. 3 ലക്ഷം രൂപ മിനിമം കൊടുക്കേണ്ടി വരും. 3 ആവൂല. മാനേജ്മെന്റ് മാനേജ്മെന്റ് ഈ കോളേജിൽ പോണ മുന്നേ പറയട്ടോ. ഞങ്ങൾക്കൊരു ബുക്കും പേപ്പറും സ്പോർട്സ് കോഡ ഫുട്ബോൾ ഫുട്ബോളിന്റെ എന്തല്ലേ സർട്ടിഫിക്കറ്റ് വേണേ? ഞാൻ ഫുട്ബോൾ വെച്ച് പറഞ്ഞത് വൈകുന്നേരം സ്കൂളിന്റെ അവിടെ നിന്ന് കളിച്ചാലേ അത് കൂട്ടൂല. നിലമ്പൂര് ഫൈനൽ അടിച്ചാൽ ഞങ്ങള് അതുകൊണ്ട് കാര്യമില്ല. സബ് ഡിസ്ട്രിക്ട് കാര്യമില്ല. അഞ്ചണിക്കളി സ്റ്റേറ്റ് വെക്കണം മിനിമം. അഞ്ചണിക്കളി സ്പോർട്സ് കോട്ടയിലില്ല. അവിടെ സ്പോർട്സ് കോട്ടയിൽ വരുന്ന മുഴുവൻ സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആയിക്കാരം. അതുണ്ട്. നമ്മള് മിനിമം സ്റ്റേറ്റ് നമ്മള് സബ് ഡിസ്ട്രിക്ട് നോക്കണ്ടേ? ട്രയൽ വെക്കും. ഞങ്ങൾ തട്ടിയേക്കല് മെയിൻ ടൂർണമെന്റിന് മുന്നിൽ കളിക്കലുണ്ട് ഡെയിലി. ആ ട്രയൽസ് ഒക്കെ ഉണ്ട്. പെട്ടൊന്നല്ല 5 മിനിറ്റോ അതാ പൂവട ബാക്കിയാക്കല്ലേ? അവിടെ ഒന്ന് കൈവച്ചാണ്. ഞാൻ പോകണം. 2 പൂവട ഒന്ന് പൂവട എന്നടാ. ഇത് ശേലാണല്ലോ അത്. എടാ ഞാൻ തിന്നോട്ടോ. വെള്ളം ജിമ്മിന്ന് ഒരു 2 ലിറ്റർ കയറ്റിക്കണം രാവിലെ തന്നെ. കളിച്ച് ഞാൻ ഇന്നലെ എനിക്ക് രാത്രി മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഉറങ്ങാൻ വയ്ക്കുന്നില്ല. 2.5 ലിറ്റർ വെള്ളം കുപ്പിയിൽ പറഞ്ഞു ഓരോ ആളുകളും നോമ്പിനല്ലേ നോമ്പില് ഒരു ഫുൾ ഡേ 24 hours ഉണ്ട്. 2 ലിറ്റർ വെള്ളം. അപ്പൊ കുടിച്ചാൽ നോമ്പില്ലേ? അവിപ്പൊക്കെ രാവിലെ തന്നെ 1 ലിറ്റർ ഫുള്ളാക്കും 10-11 മണിയാകുമ്പോഴത്തേന്. എന്നിട്ട് ഇപ്പച്ചി പറഞ്ഞാണ് അറിയും. ഗ്യാപ്പിട്ട് കുടിക്കാനൊക്കെ പറയുന്നത്. പക്ഷേ എന്റെ ട്രെയിനർ എന്തായാലും കോളുണ്ട്. എന്നിട്ട് ഇതിന്റെ ഇരട്ടി പഠിപ്പിക്കും. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും എന്തൊക്കെ തരം നോമ്പുകളാണ് ഞങ്ങൾക്ക് അല്ല എന്തൊക്കെ തരം വ്ളോഗുകളാണ് വിഭവങ്ങളാണ് നമ്മളെടുത്ത് നിന്ന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ചില അതിഥികളൊക്കെ വരാനുണ്ടല്ലോ. ഇവിടെ പറയും നമ്മള്
ബാങ്ക് കൊടുത്തോ? കൊടുത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കൊടുത്താലും നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല, സമയം നോക്കിയാൽ മതി അല്ലേ ഇപ്പച്ചി? അങ്ങനെയല്ലേ സമയം ബാങ്ക് തുറക്കാനേ ബാങ്ക് കേൾക്കണമെന്നുണ്ടോ? സമയം കഴിഞ്ഞ വെള്ളിയാഴ്ച കേൾക്കണമെന്നില്ല, സമയം കറക്റ്റ് ആക്കിയാൽ മതി. ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് സമയം നോക്കി തുറക്കുന്ന ആൾക്കാരെ. ചിലവര് ആ ഓല പള്ളിത്തെ ബാങ്ക് കൊടുത്താൽ മാത്രമേ അല്ല ഞാൻ പറയില്ല, ആളെ പറയില്ല. ഞാൻ ഇന്നലെ തുറവിക്ക് ഇരിക്കട്ടോ, നോക്കി അങ്ങനെ അല്ല ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുക തലേമാന്തി ഭാഗ്യഗ്രയിലും കൊടുത്ത ഒരു കാരൊക്കെ എടുത്ത് തിന്നതിനുള്ള നോക്കി ഇങ്ങനെ ഇരുന്നിട്ടേ കാരൊക്കെ എടുത്തിട്ട് തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ചോറണ്ട് തട്ടി. അല്ലോ ഞാനൊരു കാര്യം പറയട്ടെ, അവനാന്റെ മല്ലത്തെ ബാങ്ക് കൊടുത്താൽ മാത്രം തുറക്കുന്ന ആൾക്കാർ വരാണ്ട് ഞാൻ കണ്ടിക്കണേ. പല രീതിയിലൊക്കെ പള്ളി കൊടുക്കണ്ടാവും എന്നാലും തുറക്കൂല, അവിടെ കൊടുത്താൽ മാത്രം തുറക്കും. അതെന്താ വിഷയം എന്നറിയോ? സമയമാകുമ്പോഴാണ് ഇപ്പോൾ 6:39 കൂട്ടാ 39-നാണ് ഉസ്താദ് എന്ത് ചെയ്യുന്നറിയോ? ആദ്യം കാരൊക്കെ എടുക്കും. സമയം പോ നോക്കണേ. കാരൊക്കെ എടുത്ത് വായി ചവച്ചിട്ട് ഇറക്കട്ടെ, എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കുടിച്ചു. ചില ഉസ്താദ്മാർ കുറച്ച് ഇതുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചാൽ അങ്ങനെ നിൽക്കും. എന്നിട്ട് ബാങ്ക് നമുക്ക് പോയില്ല, ഒരു കാരക്കല്ലേ ഉള്ളൂ. കാരക്കും വെള്ളം കുടിക്കും. വെള്ളം കുടിക്കലുണ്ട് ചെറിയ ടൈമല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു പിന്നെ 30 സെക്കൻഡോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. അതാണ് സമയം ആയി എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഗൂഗിൾ അടിച്ചാണ് ടുഡേ ബാങ്ക് സുബഹി ടൈം. മമ്പാട് കോളേജിലെല്ലാം കിട്ടണ്ടേ? അതിപ്പോ ഒരു കോട്ടയിലും കിട്ടൂല, നമുക്ക് പൊട്ടം കോട്ടയിലും കൂടി കിട്ടൂല. 35 രൂപ 40 ബാങ്ക് ബാങ്ക് അല്ലേ, സൂപ്പർ ബാങ്ക്. ഗൂഗിളിന് മനസ്സിലാവും അല്ലേ? അগে ഡേറ്റ്സ് വേണോ? ഗൂഗിൾ ഒരു മനുഷ്യന്മാർക്ക് അനുസരിച്ച് മാറും. പിന്നെ ആദ്യം നല്ല അടിപൊളി ഇത് സഫാർ ഞങ്ങൾ കൊടുന്ന തീപാദം കാരക്കുകളുണ്ട് നമ്മളതില്. നല്ല കാരക്കാട്ടോ, നല്ല എന്താ പറയാ, പ്രോട്ടീനുള്ള കാരക്ക വേ മിക്സ്. അന്നത്തെ നല്ലതാണ്. എക്സ്ട്രാ വേ പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 4 കാരക്ക എടുത്താല് സീനാവും. ഇതിങ്ങനെ നോമ്പറക്കുമ്പോൾ നാരങ്ങളത്തിന്റെ ഒപ്പം കുടിച്ചോണ്ടല്ലോ. എത്ര കാലം മുസ്ലിം ഇനി ഇത് ഫുള്ള് തിന്നു. ഡയറ്റാണ് കരുതിയാണ്ട് ഓടിച്ച് ഒരു ചെമ്പിലാണ്ട് തിന്നു. ഇത് ഫുള്ള് അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പലിശ, ആദ്യത്തെ പലിശ എനിക്ക് വീട്ടിൽ കിട്ടിയില്ല, പക്ഷേ രണ്ടാമത്തെ പലിശ സക്സസ്ഫുള്ളി നമുക്ക് വീട്ടിൽ കിട്ടി. ഐ ആം സോ ഹാപ്പി. കാരണം അവനാൻ്റെ പേരിൽ നിന്ന് പലിശ ഫുഡ് കഴിക്കണം. ഇതിപ്പം കുറേ ഗൾഫുകാർക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മൾ എവിടെയൊക്കെ തന്നെ ആണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെ തന്നെ ആണെങ്കിലും, എത്ര വലിയ പൊസിഷനിലാണെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും, അവനാൻ്റെ പേരിൽ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് കിട്ടുന്ന പലിശക്ക് കിട്ടണ നമ്മളെല്ലാവരും കൂടിയിരുന്ന് കിട്ടുന്ന ആ സുഖം അത് കിട്ടൂല. അതിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകേണ്ടി വരും അല്ലേ? അല്ല അങ്ങനെ ഞാൻ അങ്ങനെ വന്ന് ഡയലോഗ് അടിച്ചിട്ട് എന്താ കാര്യം? ജോലിക്ക് പോകേണ്ടവർ എന്തായാലും ജോലിക്ക് പോകണം. അത് ഗൾഫിലാണെങ്കിലും സൗദിയിലാണെങ്കിലും പോകേണ്ടി വരും. അങ്ങനെ ഡയലോഗ് കിട്ടണ പോലെ ഈസിയാപ്പോൾ അത് അനക്ക് പരി കൂടാൻ കരുതേണ്ടതാണ്. ഞങ്ങൾ ഗൾഫ് പണിക്ക് പോകുന്നത് എങ്ങനെ പരി കൂടാ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആന്ന് അപ്പം എനിക്ക് പറയാനുള്ളതെന്താ വെച്ചാൽ, അപ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. ഇപ്പം ഇന്നലെ പെരയിലാണ് ഞാൻ നോമ്പ് തുറന്നത്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി പെരയിൽ നോമ്പ് തുറന്നപ്പോൾ. ഞാൻ തന്നെ പെരയിലാണ് നോമ്പ് തുറന്നു. ചോറുള്ള പള്ളി, ആ ചോറുള്ള പള്ളി ഉണ്ട്. ഇതായിരുന്നു ഫ്രീ തുറവിയുണ്ട്. ഫ്രീ തുറവികളുണ്ട്, കുറെ ഗ്രൂപ്പ് ഉണ്ട്. QR വെച്ച് കയറിയാൽ മതി. അപ്പൊ ചോറുള്ള പള്ളികൾ എന്ത് ചെയ്യുക, ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ലൊക്കേഷൻ വെച്ചിടുക. അത് ഞമ്മക്കല്ല, പക്ഷെ അത് തപ്പണവർക്ക് ചിലപ്പോൾ ഒരു ഗുണമാവും. യാത്രക്കാർക്ക് ഉപകാരപ്പെടും. എന്നിട്ട് എന്നും യാത്ര. നബീൽ ഇന്നലെ അതാ ഡൗട്ട് ചോദിച്ചേ, യാത്രക്കാരാണെങ്കിൽ നോമ്പ് വിൽക്കണ്ടല്ലോ, അപ്പൊ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് 15 മിനിറ്റിന്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതാണോ യാത്രയായിട്ട് കൂട്ടിയത്? ഇല്ല, അവൻ കുടിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ
ബാങ്ക് കൊടുത്തിട്ടില്ലേ കാരണം ഞങ്ങളെ ഫ്ലൈറ്റ് 4 സംതിങ്. അപ്പം ഞങ്ങൾ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുടിച്ചാലായിരുന്നു. പക്ഷേ ടൈം കഴിഞ്ഞ് ഇവര് എയർ ഹോസ്റ്റസ്മാർ വെള്ളം കൊണ്ടുവരുന്ന ടൈം കഴിഞ്ഞ്. അപ്പോൾ പിന്നെ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ നോമ്പ് തുറന്ന വ്ളോഗ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് പെൽച്ച കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗിൽ ഇരിക്കും. ഇന്നലെ നോമ്പ് തുറന്ന വ്ളോഗ് ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ക്ലാഷാണ്. മറ്റേ ഓണം റിലീസ് പോലെയാണ് ഇപ്പം വ്ളോഗ് വരുന്നത് കേട്ടോ. മാഷാ അല്ലാഹ് അങ്ങനെ വന്നാൽ മതി. എല്ലാവരും ഇന്നെടുത്ത് കൊടുക്കും. അപ്പം എന്തായാലും മസ്റ്റായിട്ടും വ്ളോഗ്സ് എല്ലാവരും കാണാം. സബ്സ്ക്രൈബ്. ഇത്രയും തൻ്റെ 2 മണിക്കൂർ നീണ്ട മോർണിംഗ് അതിരാവിലെയുള്ള വ്യായാമത്തിന് ശേഷം നമ്മളെ കൂടെ പെരച്ചക്ക് ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ മൂത്തേടത്ത് നിന്നും ഇവിടെ രാവിലെ 3 മണിക്കാ ജിമ്മക്കൂടെ ആണ് അവിടെ. അപ്പം അതിൻ്റെ അടുത്തുള്ള ഭായിമാരുണ്ട്. പിന്നെ ഓല് സാധാരണ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് നീച്ചല്. രാവിലെ പോകുമ്പോൾ ശ്രദ്ധിച്ചോണ്ടി എന്തെങ്കിലും പറ്റിയ ആരും വിളിച്ചാലും കൂടി ഉണ്ടാവില്ല. റബ്ബർ വെട്ടാണ് ഏറ്റവും ഡേഞ്ചർ ജോബ് ആ ടൈമിലല്ലേ. എന്തുകൊണ്ട് ആ കാട്ടുകൂടി ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ എനിക്ക് ഓസ്കാർ നേടാൻ പറ്റും, ചിലപ്പം എനിക്ക് ഗെയിൽ രത്ന നേടാൻ പറ്റും, പോയി 4 വരി റബ്ബർ, ചിലപ്പം പത്മഭൂഷൺ നേടാൻ പറ്റും, ചിലപ്പോൾ പത്മവിഭൂഷൺ നേടാൻ പറ്റും. ഇതൊക്കെ എന്താ പറയുക റബ്ബർ ഫിയർലെസ് ആവണം. ഇതൊരു 4 വരി റബ്ബർ കയറി കിടക്കും. എനിക്കൊരു 4-4:45 കുന്നിന്റെ മേലെ നട്ടപ്പതിലേക്ക് കയറി കിട്ടും. നിവർത്തില്ലെങ്കിൽ ജീവിതം അങ്ങനെ നോക്കണമെന്ന് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ പോണോലാണ് ഇബല്. നിവർത്തികേട് കൊണ്ട് പോകണാണ്. ജീവിക്കാൻ നിവർത്തികേടാണെങ്കിലും ഞാൻ പോകില്ല. ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. എന്തിന് 4:45 കുന്നിന്റെ മുകളിൽ പോയി റബ്ബർ ഇടണം? നമ്മള് കണ്ടേ കൂടെ കണ്ടിട്ടോ ഞാനതിൽ അന്നദാനത്തിന്റെ അവിടെ പോയി കണ്ട വരിക്കും. ജീവനപായം റബ്ബർ തോട്ടത്തിന്റെ അടുത്ത് വരണ്ടാണ് ഏറ്റവും സേഫ്. നമുക്ക് കള്ളന്മാര് രണ്ടത്തിന് വിളിക്കുകയാണ്. റബ്ബർ വെട്ടണ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് റബ്ബർ തോട്ടാണ്. അവിടെ കാരണം 2 ആൾക്കാരല്ലേ ടോർച്ച് അടിച്ച് ഇങ്ങനെ നടക്കും. അപ്പൊ 2:30 സ്റ്റാർട്ട് ചെയ്യും. 2, 3 ആകുമ്പോ അപ്പൊ ഇതായിട്ട് ഉറങ്ങാം. ഞാൻ എന്റെ പേരക്കാരെ കാരണം എപ്പോഴും മരടി കൊണ്ടുവരാണ്. ആ സെക്യൂരിറ്റിയിലൊരു ഇതാണ് റബ്ബർ ഉണ്ടാവുമ്പോ ആൾക്കാരുണ്ട്. എന്റെ ഇങ്ങനെ ചുറ്റോടും ഇങ്ങനെ ഒരു പേരുണ്ട്. ഇങ്ങനെ ചുറ്റോട് റബ്ബറാ. ആരുമില്ലാത്ത ഇതില് പറയണ്ടേ എന്തോ എന്താ എന്റെ പേര് എവിടെയാ പറയല കേട്ടോ. നീ പേര പറയണ്ട. ആരും കേറൊന്നും വേണ്ട. ഒന്നുമില്ല എന്റെ നമ്മൾ എടുത്തരും. ഓപ്പണായിട്ട് പറയണേ എന്തേലും ആവശ്യം. ഞാനൊക്കെ റബ്ബർ ഇട്ടാണെന്നുണ്ടല്ലേ റബ്ബർ ഇങ്ങനെ ചെത്തുമ്പോ അപ്പുറത്തെ ഇലാണ് അനങ്ങിയുണ്ടല്ലോ പോകും. എന്നിട്ട് ഇങ്ങനെ ആവും. സെമിത്തേരില്ലേ ഞാൻ പറയട്ടെ. നമ്മളുടെ സെമിത്തേരി ഉണ്ട്. സെമിത്തേരിന്റെ കുറെ ആൾക്കാർ പലതും കണ്ടാണ് പേടിച്ചിട്ട് രാവിലെ നടായിക്കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഈ സെമിത്തേരിയിൽ വരെ തീയുണ്ട കാണും. അത് പിന്നെ ശാസ്ത്ര പൊട്ടിച്ചൂട്ട് കയറി. പിന്നെ ശാസ്ത്രം തെളിയിച്ചു. ഞാൻ സത്യം പറയാ ഇന്നെ നോമ്പിപ്പാണ് നോറ്റിട്ടുള്ളൂ. അരമണിക്കൂർ കൊണ്ട് അതിന്റെ കൂലി ഞങ്ങളുടെ ഇരുട്ടിമല ഉണ്ട്. ആ ഇരുട്ടിമലമ്മ ഞങ്ങള് ജസ്റ്റ് ആദ്യം കണ്ണിക്ക് പിരാന്താണ്. മലമ്മ പോവാ ഇറങ്ങി വരിക അങ്ങനത്തെ പിരാന്തേന്. അല്ല മലമ്മക്ക് പോയിട്ട് എന്താട്ടി ഞങ്ങൾ കയറി. നമ്മളിപ്പോ ഇവിടുന്ന് പോകും. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്താണ് ഇപ്പൊ കുട്ടിക്കോ അതിപ്പോ ഒരു സ്ഥലം. ഇപ്പൊ ഞാൻ മേലെ കയറി പോണേ. ഞാൻ പോയ സ്ഥലത്ത് ഇങ്ങനെ പിന്നെ എത്തി. അല്ല ഞാൻ പോയിട്ട് പിന്നെ അവിടെ എത്തിട്ടോ. അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറെ വ്യൂ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ തിരിച്ചിറങ്ങിയിട്ട് പോയിട്ട് എത്തണില്ല. അങ്ങനൊക്കെ പറയണ ആൾക്കാർ. ഇതേത് പള്ളിക്കത്തെ ബാങ്ക? ഞാൻ ഈ ബാങ്കിലാ ഇക്കാമത്ത് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ മുതൽ ഈ പള്ളിന്റെ ആളാണ്. ഞാൻ പള്ളി സപ്പോർട്ട്. ഞാൻ എപ്പോഴും ബാങ്ക് നേരത്തെ കൊടുക്കണ പള്ളിക്കാ സപ്പോർട്ട് തുറക്കുമ്പോ. എന്ത് എന്നെ തടുക്കാൻ പറ്റില്ല എനിക്ക്. ഫുള്ളാക്കട്ടെ. അതിലെന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ച് ഞങ്ങൾ പോരാണ്. ചെക്കന്മാര് ഞങ്ങൾ 3 ആൾക്കാരുണ്ട്. ഞാൻ ഏകദേശന്മാര് ഞങ്ങൾ 3 ആൾ ഇങ്ങനെ പോരാണ്. എത്തുന്നില്ല, സ്ഥലത്തേക്ക് എത്തുന്നില്ല. പോന്നിട്ട് ലാസ്റ്റ് ഒറ്റടിക്ക് പെട്ടെന്ന് നമ്മള് ആദ്യം കേറൂല ആ സ്ഥലത്തേക്ക്. അവിടെ മേലെന്ന് പിന്നെ ഒരു കുന്നാണ്. അവിടേക്ക് എത്തി പെട്ടെന്ന്. സംഭവം ഒട്ടിരിപ്പിച്ചൊക്കെയാണ്. പക്ഷെ അടിയിൽ നാട്ടുകാരൊക്കെ ഉപയോഗിച്ചപ്പോൾ പൊട്ടിന്റെ സംഭവം ഉണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി സത്യമാണെന്ന് പറഞ്ഞില്ല. പക്ഷെ കുറെ പേടിച്ചിരിക്കണേ അങ്ങനെയൊക്കെ പറയണൊക്കെ. അതായത് നമ്മളെ വയ്യെറ്റിച്ചാണ്ട് കൊണ്ടുപോകണൊക്കെ അതൊന്നുമില്ല. ഇല്ലല്ലോ നമ്മളെ മൈൻഡാണൊക്കെ.
ഞാനോ പേടിച്ചിങ്ങനെ ഞങ്ങള് റേഞ്ച് ഉണ്ട് ഫോൺ വിളിച്ചാലുണ്ട് പക്ഷെ ചാർജ് 5 ഉള്ളൂ. അതേമാതിരി സെമിത്തേരിന്റെ അവിടെ നോനാണ് ആ ബത്തൊക്കെ ബാക്കിയുള്ള കൊണ്ട് തിന്നോളാം. 5 നോമ്പോട്ടിട്ടുള്ളൂ. 5 നോണാണ് പൊട്ടിച്ചു. എന്നോട് നാട്ടുകാർ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ തന്നെ എനിക്കറിയില്ല അത് ഇങ്ങനെ ഉണ്ടോന്ന്. അങ്ങനെ പൊട്ടി പറഞ്ഞ സംഭവം നമ്മളെ വഴിതെറ്റിക്കാൻ നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വിധി. എന്താ പൊട്ടിയില്ല എനിക്കറിയില്ലേ, പക്ഷെ എന്നാ ചെങ്ങലൊക്കെ പോയപ്പോ ചിലപ്പോ നമ്മളെ അറിയുന്ന ആരെങ്കിലും തന്നെ നമ്മളെ വണ്ടി കയറ്റാൻ വേണ്ടി രാത്രി അറിയുന്ന ആൾക്കാർ ചെങ്ങലെടുത്ത് ചെറിയ സൈക്കോളജിക്കൽ പ്രശ്നം അല്ലെങ്കിൽ ഒന്നും വേണ്ട. നമ്മളൊരു വീട്ടിൽ സൈക്കിളല്ല ചെങ്ങല മാത്രമേ. ഒരു 11 മണി ആരില്ല, ഒരു സൗണ്ടും ഇല്ല. ടോബ എവിടെയാണ്? എനിക്ക് കണ്ണുന്നുള്ള ഇവിടുത്തെ എസ്പീസിന്റെ യൂണിഫോം എടുക്കാൻ പോയതാ പരേഡിന്റെ ഒന്ന്. എസ്പീസിന്റെ യൂണിഫോം കൊടുത്ത് ഇങ്ങനെ എടുത്ത് തോൽക്കാൻ ഇട്ടതും എന്താ സംഭവം പട്ടിയാണ് വരച്ചിട്ട് ഒറ്റടിക്ക്. അല്ല അഫി എന്താ സംഭവം അതെന്താ വെച്ചാല് ഇപ്പൊ ഒരു പട്ടി നമ്മള് വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ അതിന്റെ കൗത്തിൽ നമ്മൾ ചെങ്ങലിട്ടിരിക്കണെങ്കിൽ ആ പട്ടി ചിലപ്പോ ചെങ്ങല പൊട്ടിച്ചു പോകുന്ന നമ്മളെന്താ പേടിച്ചൂലേ? അല്ല നമ്മള് പേടിച്ചു. അതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു സാധനമല്ല. അല്ലേ അത് പട്ടിയല്ല, അത് ഇടക്ക് പോലുണ്ടല്ലേ. എടാ അപ്പൊ ആ സെയിം പട്ടി വീണ്ടും പോകണ്ട. ബാസിന്റെ ചെങ്ങല പോകുമ്പോ കൊണ്ടുപോയി എന്നിട്ട് ചെന്ന് ചെന്നോക്ക് അത് പട്ടിയാണ് കേട്ടോ. ഞാൻ ഒന്ന് വരാം. നിങ്ങളിപ്പോ പോകുമ്പോൾ കാറിന്റെ ബാക്കിൽ മനസ്സിരുന്നാലോ ഫോണൊക്കെ മനസ്സോടെ ഇരുന്നോട്ടെ. അതേമാതിരി ഈ സെമിത്തേരിന്റെ അവിടേക്ക് ഈ കത്തിച്ചൂട്ട് പറഞ്ഞ സാധനം കണ്ടറിയില്ലേ? അതേ തീന്റെ ഉണ്ട് അങ്ങനെ പോകും. അത് പിന്നെ അങ്ങനത്തെ പൊട്ടിയും കത്തിച്ചൂട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്റെ പെണ്ണൊക്കെ തൊട്ടപ്പുറത്ത് സെമിത്തേരി അല്ലേ? ആ അവിടെ തൊട്ടപ്പുറത്ത് സെമിത്തേരിയാണ്. അപ്പം കൊടികളൊക്കെ ഖത്തറിന്റെ കൊടി ഖത്തറിലെ ഏതോ പ്രേതം അറബി പ്രേതം ഖത്തറി പ്രേതം നോക്കിനറിയ. അയ്യോ എന്നിട്ട് പറയട്ടെ ഈ തിജിന്റെ ഉണ്ട പോണ എന്തോ പിന്നീട് ശാസ്ത്രം തെളിയിച്ചു. അതായത് നമ്മൾ ഈ മനുഷ്യന്മാരെ ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ കൊല്ലം കഴിയുമ്പോൾ നമ്മളെ എല്ലുകൾ തമ്മിൽ രാസപ്രവർത്തനം നടക്കുമല്ലോ. അത് അപ്പം അതിന് തീ ഉണ്ടാവുമല്ലോ. ആ സാധനമാണ് ഈ തീയിൻ്റെ ഉണ്ടായിട്ട് പല സെമിത്തേരിയിൽ നിന്നും പുറത്ത് ഇപ്പൊ ഇങ്ങനെ നിക്കുമ്പോഴേ ഒരാള് വലിച്ചോണ്ടായാലും എന്റെ ഉള്ളിൽ ഇങ്ങനെയല്ലേ വരിക. നേരെ ഒന്ന് നോക്കാണ്. അപ്പം അങ്ങനെ പറയാ. മനസ്സിലായോ? രാവിലെ ലാസ്റ്റ് മിനിറ്റിൽ ആരെങ്കിലും തപ്പുറ പ്രേതങ്ങൾ ഉണ്ടാവും. മറ്റേ കണ്ടില്ലേ സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോ നാല് സൂറത്തോ അതാതെ ഇങ്ങനെ പടത്തിന്റെ കഥ പെട്ടെന്ന് ഓർമ്മ. ഇങ്ങോട്ട് വരും ഇത് കണ്ടോക്കിനൊക്കെ അത് ശരിക്കും പഠിച്ചില്ലേ? എന്താ അവിടെ ഇരിക്കാൻ ആലോചിച്ചാ എന്താ സ്കരപ്പായാ ഇനി ഇവിടെ സുബേസ്കാരി നേരത്തെ സ്കരിക്കരുതട്ടോ ഞാൻ ഒറ്റക്ക് ഉണ്ടാകുമ്പോ. അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ബാസിലിന്റെ വണ്ടിട്ടോ. എവിടുന്ന് കണ്ടാലും പിന്നാലെ കൂടിക്കൊണ്ടി. അപ്പൊ ഗൈസ് നമ്മളെ ഇന്ന് തീ പറയ വെളിച്ച വ്ളോഗ് ആയിട്ടോ.
വരേണ്ടവർ വന്നാൽ വ്ളോഗ് ടീ മാതിരി ഇരിക്കും. എടാ വേറൊരു കഥയും കൂടി ഉണ്ട്. ഇതൊക്കെ ഇമ്മച്ചിനോട് പണ്ടിലെ കഥയാണ്. ഇതേമാതിരി നമ്മളെ മൂത്തേടത്തെ പള്ളിക്കറ്റല്ലേ, ആ പള്ളിക്കറ്റം ഇങ്ങനെ കയറിയ സമയത്ത് ഒരാള് പണ്ട് ലൈറ്റും വെളിച്ചൊന്നുമില്ലല്ലോ, അതിൽ വന്നുകാണ്ട് എങ്ങനെയാണ് ഇമ്മച്ച കാലിമ കുളമ്പാട്ടി കൊടുത്ത് ആ കാലോട് കടി കൊടുത്ത് വെച്ചു. അതായത് ആ ആള് പേടിച്ചൊന്ന് ഇയാളോട് പറയണായിരുന്നു. ഞാൻ അവിടുന്ന് കാലിമ കുളമ്പിൽ ഒരാളെ കണ്ടു പറഞ്ഞാണ്ട് ഇയാളോട് ഒന്ന് പറയണായിരുന്നു. ഇയാൾ ഇങ്ങനത്തെ കുളമ്പാണ് വെച്ചാൽ കാണിച്ചു കൊടുത്തല്ലോ. അങ്ങനത്തെ കുറെ കഥകളുണ്ട്. കാലിമ കുളമ്പ് വിചാരിച്ചേക്കാം പന്നിയാളി ഇതിന്റെയൊക്കെ മാതിരി വിചാരിച്ചു പേടിച്ച് വിറച്ച് ആ പേടി ഒരാളോട് പറയാൻ ചെല്ലുകയാണ്. അപ്പം ഇജ് കാലുമ കുളമ്പണ്ട് ഒരാളെ കണ്ട് പേടിച്ച് പാഞ്ഞ് ചെല്ലുകയാണ്. ഇജിന്റെ അടുത്ത് വരികയാണ്. അപ്പൊ ഞാൻ അതൊക്കെ കേട്ടിട്ട് ആ ശരിയല്ലേ ഇങ്ങനത്തെ കുളമ്പാണ് വെച്ചാൽ കാണിച്ചോ അവിടെ കട്ടാവും ഊണില്ലേ മരിച്ചു. ഞാനാണ് അപ്പൊ മരിച്ചു. അതൊരു കഥ ഉണ്ട്. അങ്ങനെ കുറെ ഈ പന്നിയാത്തൊക്കെ ഉണ്ടാണ് അങ്ങനത്തെ കുളമ്പില്ലേ ആ അങ്ങനെ പതിഞ്ഞിക്കണ കുതിരൊക്കെ ആ കുളമ്പ് അത് മനുഷ്യന്റെ കാലിലുണ്ടെങ്കിൽ മനുഷ്യന്റെ കാലിലുണ്ട് എങ്ങനെ ഉണ്ടാവും. ഹാഫ് മാൻ ഹാഫ് ലയൺ. കഴിഞ്ഞ ജന്മത്തില് കുതിര കഴിഞ്ഞല്ലോ. അറിയില്ല നഖം വെട്ടണ പോലെയാണ് ഉണ്ടാവുക. കുതിരക്ക് അത് വരുത്താണ്ടെങ്കിൽ കുതിര ഉണ്ട് അങ്ങനെ ആടാ വരുത്തവണ കുതിര എങ്ങനെ മൂടും കാട്ടി ഇങ്ങനെ നിന്നരും. കുതിര കൊടങ്ങി ചവിട്ടും. ചവിട്ടിയാണല്ലോ അങ്ങനെ കുറെ കഥകളുണ്ട്. ഞാൻ റൂം പോയി പുതപ്പിട്ട് മുറട്ടെ. ഒറ്റക്കല്ല എന്നെ ഉറങ്ങുള്ളന്ന്. എനിക്ക് പണ്ടൊക്കെ പേടിയേനി. അന്ന് ഞാൻ എന്താ കാട്ടിന് വരും. അന്ന് മാനക്കാങ്ങനെ കട ഉണ്ടായില്ല ഇടക്കര. അവിടുന്ന് രാത്രി ഇത് പെരുന്നാൾ സീസണിലൊക്കെ കട അടച്ച് വരുമ്പോൾ 2 മണി 1 മണി 1:30 പോരാ. അപ്പൊ മൂത്തരമ്പള്ളിന്റെ അടുത്ത് ഈ കഥ എനിക്ക് ഓർമ്മ വരാം. എന്നിട്ട് ഞാൻ തോട്ടും ഉറക്കെ പാട്ടട് പാടും. വേറെ കേൾക്കൂല. ഇന്നെ തന്നെ ഞാന് പേടിക്കാനൊരു അവസരം കൊടുക്കൂല. ഞാൻ തന്നെ ഉറക്കപ്പ അന്ന് പാഷൻ പ്രോയാണ്. ഇത് വിട്ടാലൊരു പരിധി ഉണ്ടല്ലോ. റോഡും നല്ല റോഡല്ല അല്ലല്ല ആ കേട്ടിട്ട് ആ വലിയ പള്ളി. അപ്പൊ പാട്ട് ഉറക്കട് പാടിയാ എനിക്ക് വേറെ ഒരു ഒച്ചയും കേൾക്കൂല. പിന്നെ ഞാൻ വടക്കേ കൈ വരെ ആ പാട്ട് പാടും. വടക്കേ കൈ വരെ നീണ്ടു നിൽക്കുന്ന സംഗീത കച്ചേരി. ഒച്ച പിഞ്ഞു പോയി. അല്ലേ അങ്ങനെ ഒരു വൈബില് കൂടിയാ ഞങ്ങള് ചിരിച്ച് 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 അങ്ങനെ ഇനി കൊറേ കഥ ഉണ്ട്. ഇനി കഥ ഇട്ടാണെങ്കിൽ ഇന്റെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കണം. ഇനി ഇമ്മച്ചിനോടൊക്കെ ഇപ്പച്ചിനോടൊക്കെ ചോദിച്ചാൽ കിട്ടിയ 28 നോമ്പും കൂടി 3 ആയിപ്പോ. ഇനി ഇപ്പച്ചിനോടൊക്കെ ചോദിച്ചാൽ വെറൈറ്റി കഥകളുണ്ട്. അവിടെ പോയാൽ തന്നെ എന്താ വെച്ചാൽ വണ്ടി ലൈറ്റും വെളിച്ചില്ലാത്തതുകൊണ്ട് ആൾക്കാർ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചേനി. പക്ഷെ ഈ കറണ്ട് ഇതൊക്കെ വന്നതിന് ശേഷം ഇങ്ങനത്തെ കഥകളൊന്നും പക്ഷെ അത് വെറുതെ പൊട്ടന്മാർ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കണില്ലല്ലോ. അന്ന് സോഫി താത്താക്ക് മെസ്സേജ് ഞാൻ മരിച്ചാല് ഇവിടെ കള്ളം കയറി എന്നെ കൊന്നിട്ടാണ് കാരണം മരണക്കുറി മെസ്സേജ്. ഞാൻ 9ാം ക്ലാസ്സിലായി. ഇപ്പൊ ചിമ്മക്ക് പോയി ഈ ചോഫി മൂത്തടുത്ത് പോയി ചെടി നനക്കാളുണ്ട് ഇന്നെ ഇവിടെ നിർത്തിയേക്കാം. ഇമ്മച്ചിന്റെ കൊലക്കൊടുത്തടോ 4 ചെടി വാങ്ങാൻ വേണ്ടി കൊലക്കൊടുത്തടോ പണ്ട്. എന്നിട്ട് ഞാൻ എന്നും ചെടി നനക്കാൻ വേണ്ടിട്ട് ഈ വീട്ടില് ഞാൻ ഒറ്റക്ക്. അന്നാണ് ഇവിടെ ഇത്ര അയലോക്കൊന്നും ഇല്ല. 6 കൊല്ലം അതാണെങ്കിലേ ഈ റൂമിലൊക്കെ എന്താ അറിയോ മനസ്സിലായി. അന്ന് ഇതൊരു വിജനമായ സ്ഥലമാണ്. അതാണെങ്കിൽ ഈ റൂമിലൊക്കെ മേലെ ഇങ്ങോട്ട് തൂക്കിയിട്ടൊക്കെ കൂനിന്റെ കുറ്റികള് ഇതിങ്ങനെ തുറന്നാല് ചെറിയ പുകയും കൂനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ കൂനിന്റെ കുട്ടികള് അതിലൊരു എന്തിന്റെ സൗണ്ട് ഞാൻ കേട്ടെ. ഫാനിന്റെ പുറത്തുനിന്ന് ഫാൻ ഓർമ്മല്ലേ ഇപ്പൊ ശരിയാക്കിയ മക്കളെ ഫാന്. അല്ലല്ല ഞാൻ ഇവിടെ കിടക്കുക ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഇവിടെ കിടക്കണം. അതില് കറണ്ട് പോയി.
കറണ്ട് പോയിട്ട് പിന്നൊരു സൗണ്ടും ഇല്ല. ഞാൻ മരിച്ചില്ല ഉറപ്പായിട്ടും. എന്നിട്ട് ഫാനൊക്കെ ഓണാക്കി ഇതിന്റെ പുനർജന്മം. ഓണാക്കി ഇൻവെർട്ടറും ഇല്ലെന്നേ. അതിൽ എന്നിട്ട് പെട്ടെന്ന് അന്നൊക്കെ ഞാൻ ഏത് ഗുളികം കയറിയ മൂഡിലാണോ ഞാൻ അവിടെ ഒറ്റക്കുന്നത്. ഇപ്പൊ എനിക്ക് കഴിയൂല. അതാണ് ബുദ്ധി ഇല്ലാത്ത ടൈമിന്റെ ഗുണം. ബുദ്ധി ഇല്ല, എന്ത് ഏറ്റെടുക്കും. ഞാൻ ചെടിയല്ലേ ഞാൻ നനക്കാന്നൊക്കെ പറഞ്ഞിട്ട് 500 രൂപ 4 ചെടി നനയാൻ വേണ്ടിട്ടേ ജീവൻ പണയപ്പെടുത്തിയടോ. എന്നിട്ടില്ലേ ഞാൻ ഈ റൂമിൽ കിടക്കുക, പുറത്തത്തെ ഫാൻ ഓണായി. അതിപ്പോഴും എനിക്കറിയില്ല. അതൊരു നീ കൂടതാ സൗണ്ട് കേട്ടില്ലേ? ഒരു നമ്മളീ പറഞ്ഞൊന്നും ആർക്കും പറ്റിയില്ല, പ്രേതത്തിന് പറ്റിയില്ല. അപ്പൊ അവിടുന്ന് ഒച്ചണ്ടാക്കി നമ്മള് പഠിപ്പിച്ച നമ്മളുണ്ടോ പഠിച്ചത് മതി. സംഭവിച്ചുട്ടാ. ഇവിടെ അതൊക്കെ ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഈ തൊടിന്റെ ഈ തലത്തൊട്ട് ഇങ്ങനെ ഇവിടുത്തെ വാപ്പാന്റെ ഏരിയ ഈ വീട് വെച്ചപ്പോ നമ്മളോട് എല്ലാവരും പറഞ്ഞാൽ അറിയോ, ഇവിടുത്തെ പല ആളുകളും സൂയിസൈഡ് ചെയ്തത് ഇവിടെ നിൽക്കുന്ന അത് ഈ ആത്മശാന്തി കിട്ടാതെ അറിയുന്ന ഏതെങ്കിലും പ്രേതങ്ങളോ അങ്ങനെ ആരെങ്കിലും കേൾക്കാനും. എന്നിട്ട് ഇവിടെ കൊടുന്ന് പെര വെച്ചു. വാപ്പ സെന്റിന് ഇവിടെ ലാഭം തറാണ്ട് ഇവിടെ പെര വാങ്ങി. ഉണ്ടായ 4 പ്രേതല്ലേ ഒക്കെ ഇപ്പൊ തട്ടിക്കൂട്ടാറ്. അത് പിന്നെ ക്ലോക്കോ 6:20 വരെ ഉണ്ട്. ഉദയം അപ്പളാണ് നമുക്ക് കണ്ട് ഉദയനാണ് താരം. അപ്പം എന്നിട്ടില്ലേ ഞാൻ ഇവിടെ കിടക്കുക, ഫാൻ ഇങ്ങനെ ഓരോ അളക്കുണ്ട്. അതായത് ഇത് സ്റ്റാർട്ടായത് മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സൗണ്ടും ഇല്ലാതെ കരണ്ട് ഇല്ലാത്ത നേരത്താണ് എടാ ചത്തു പോവൂലേ മനുഷ്യൻ. എടാ ഫാനും ഇൻവെർട്ടറും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അല്ല കറണ്ടും ഇൻവെർട്ടറും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഫാൻ കറങ്ങാറിന് അതിലേറെ വലുതെന്താ വണ്ടി. ഞാൻ മെസ്സേജ് ഞാൻ റൂമിന്റെ സൈഡിൽ പോയി ഒരു മൂലൊക്കെ പോയിട്ട് കട്ടിലിന്റെ അടിയിലാണ് വന്ന് കറന്നു തുടങ്ങി. സോഫിക്ക് മെസ്സേജ് ഞാൻ പറഞ്ഞ മരിച്ചു പോകണമെങ്കിൽ ഇതാണ് കാരണം. ഞാൻ മെസ്സേജ് ഞാൻ വാട്സാപ്പിൽ അയച്ചു, അഥവാ എന്തെങ്കിലും മരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം. ഇവിടെ ഒച്ചവിളി ഫാൻ കറങ്ങിയല്ല, ഇവിടെ ഒച്ചവിളി കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും കാട്ടിയതാവും. അല്ല ഞാൻ ഒന്നും ഒറ്റക്കൊന്നും ചെയ്തിട്ടില്ല. എന്തെല്ലാം കൊന്നിട്ട് കെട്ടി തൂക്കുമല്ലോ, കെട്ടി തൂക്കുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കൊന്ന് കെട്ടി തൂക്കിയാല് ഞാൻ പറഞ്ഞു എന്നെ കെട്ടി തൂക്കിയതല്ല, പിന്നെ ആരോ കൊന്നതാണ് എന്നുള്ളത് എല്ലാരോടും പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ ഉറങ്ങി. അന്ന് ഇജൊക്കെ എടുക്കാ പോയത് അന്ന് മൂത്തേടത്തേനി അവിടെ പോയി ഇങ്ങനെ ഒന്നുണ്ട്. അപ്പൊ എന്നിട്ട് അന്ന് ഞാൻ എന്തായതറിയോ, പേടിച്ചുറങ്ങി പോയേക്കാ. പേടിച്ചിട്ട് കട്ടിലിന്റെ അടിയില് ബോധരഹിതനായി. പിന്നെ ഒഴിക്കാറില്ലല്ലോ, കടക്കി തന്നെ അന്നൊക്കെ കടക്കി തന്നെ മൂത്രമൊഴിച്ചു. എന്നിട്ട് ഞാൻ നീച്ചു രാവിലെ 9 മണിയൊക്കെ ആയപ്പോ സ്കൂളിൽ പോകാൻ വേണ്ടി നീച്ചപ്പം ആ ഫാനിന്റെ കുഴപ്പമില്ല, അത് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കറങ്ങാതൊക്കെ ഒരു കുഴപ്പമില്ല, കറണ്ട് വന്നപ്പോ കറങ്ങണില്ല. ആ ഫാൻ ഇന്ന് എവിടെയല്ലേ നമുക്ക് തെളിയിക്കാൻ വേണ്ട. ആ ഫാൻ ഞാൻ എവിടെ അവിടെ തന്നെ. ആ ഫാൻ എവിടെയുള്ളത് അവിടെ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. എന്തിനാണ് ആ ഫാനിന്റെ ഇവിടെ പോയിട്ട് പുനർജീവൻ കൊടുക്കണത്? ഇജാണ് പോകുന്നത് വലിച്ച. അപ്പൊ ഗൈസ് നമ്മൾ നീട്ടി കൊണ്ടോണില്ല. പണ്ട് ഇവിടെ തൂങ്ങി അടിച്ചില്ല, അതിൽ ഏതോ ഒരു പ്രേതം ആ ഫാന് കാരണമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആണോ? അപ്പൊ എന്തിനോ കാരണം വേറെ റീസൺസ് ഉണ്ടാവും. എന്തിനാണ് അതൊക്കെ ചോദിക്കാൻ പോണത്? മേലെ പോയി ഇങ്ങടാ പുറത്തേറ്റുന്നുണ്ടോ പോവാനാടാ? പോയാ മതി, അല്ലാതെ ആരുണ്ട് ചുറ്റും പോയത്. വ്ളോഗ് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യുമോ? വെളിച്ചം വരുവാണോ? അപ്പൊ സുഹൃത്തുക്കളെ, രണ്ടാമത്തെ പെൽച്ച ഇന്ന് മനോഹരമായ ഒരു പെൽച്ചയാണ് നമുക്ക് എല്ലാവരും കൂടി സമ്മാനിച്ചത്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു പെൽച്ച. അപ്പം ഇങ്ങനത്തെ സ്റ്റോറീസ് നമ്മൾ വൈകാതെ കൂടുതൽ ഉൾപ്പെടുത്താതിരിക്കുന്നതായിരിക്കും ഞമ്മക്കും ഇങ്ങൾക്കൊക്കെ നല്ലത്. ആ കത്തിക്കോട്ടെ അവിടെ പൂനെയില് ലോനാവാലിയിൽ ഞാൻ പോയപ്പോ ആയിഷാവിലിനെ കുറിച്ച് കേട്ടുക്കണോ? ആയിഷാവിലിനെ കുറിച്ച് കേട്ടുക്കണോ? ലോനാവാലിത്തെ ഞാൻ ഇപ്പൊ അടുത്ത് സ്റ്റോറി ഇട്ടില്ലേ, ഒരു റോൾസ് റോയ്സ് അത് ഇവനെ ഒച്ചുണ്ടാക്കണാണ്. മാർക്കോ
അങ്ങനെയൊക്കെ കരുതുക. മാർക്ക് ഇരുമ്പിന്റെ സൗണ്ട് ആണല്ലോ. മാർക്ക് എന്ത് എന്തിരാനോ കൂടുമ്പോ ഇങ്ങനെ ചവിട്ടുണ്ടാവും. അത് മറ്റേ നൃത്തത്തിന് പിടിക്കണം. മാർക്ക് ഇങ്ങനെ ഇതാക്കാം. എന്താ പറഞ്ഞേ? ഞാൻ പോയി മുംബൈയില് ലോനാവാലിയില് ആയിഷാവിലിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എല്ലാരും ഒന്ന് സെർച്ച് ചെയ്തു. നീ കൂടാതെ ആണോ? ടെൻഷനായി പോയി കണ്ടിട്ട്. ഒരു റോൾസ് റോയ്സ് ഫുള്ളില്ലേ? നീ കൂടാതെ മറ്റേ ഒരു ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തിലുള്ള റോൾസ് റോയ്സ് ആ പേരൻ്റെ മുന്നിൽ കിടക്കുക. പേര ഫുള്ള് ഒഴിഞ്ഞിട്ട് ആ പേരത്തെ ആൾക്കാർ എങ്ങോട്ടോ പോയത്, പിന്നെ മടങ്ങി വന്നിട്ടില്ല. കുഴപ്പമില്ല. അതാണോ? റോൾസ് റോയ്സ് സ്റ്റാർട്ടാവില്ല. ആയിഷാവില്ല ലോനാവാല അടിച്ചോക്ക് നെറ്റില്. ആയിഷാവില്ല ലോനാവാല. എനിക്കിപ്പോഴും ഇത് വ്ളോഗ് ചെയ്യേണ്ടി മനസ്സിലായി. ടെൻഷനായി പോയടോ അത് കണ്ടിട്ട്. ഫ്ലിപ്പായി 2 ദിവസം. ഇതെന്താ അമ്മോനും കൂട്ടക്കാരോ എനിക്കറിയില്ല. ഓലെ എവിടെ അത് മറ്റേ ഇതല്ലേ, മുംബൈ അല്ലേ? അത് മറ്റേ ഇതൊക്കെ ഇറങ്ങിയല്ലേ പോവാ. അത് മറ്റെന്തോ പോലെ ആചാരം. എനിക്ക് പേടില്ല, ഇങ്ങനെയൊക്കെ പോകും. ഒറ്റപ്പെട്ടു പോകും. ഇതെന്താ വെള്ള ഷെഡി? ഇതിന്റെ പാർട്ടിക്കാരനോ? ഒന്ന് വിളിച്ച പരിപാടി കാത്തുന്നേ. അറിയാൻ ഇത്രയും നേരം ബ്ലോഗിൽ കൂടാൻ ബുദ്ധിമുട്ടൊന്നുമല്ല. കുറച്ച് ബ്രൈറ്റ്നെസ് വന്നോട്ടെ എന്നിട്ട് പോവാന്നുള്ള മോഡിലാണ്. ബ്രൈറ്റ്നെസ് വന്നിട്ടില്ല കേട്ടോ. നശിച്ചവനാണ് സെൽവം. നശിപ്പിക്കും സെൽവം. നമ്മുടെ കാരണം വൻ കാടാണ്. ഞാനൊക്കെ ഒറ്റ കാരണം ഫർസാനോടൊക്കെ ഇതിൻ്റെയൊക്കെ മുന്നേ വരും. എങ്ങനെ ഒരു ടൈമില് അപ്പോൾ 2 മണിയൊക്കെ ഞാൻ ഒറ്റക്ക് പോകണം. ഞാൻ ഇങ്ങനെ എന്താട്ടും ഇങ്ങനെ ബാസിലാക്ക് പറഞ്ഞാല് എന്തേലൊക്കെ ഇങ്ങനെ കരുതണ്ട്. പിന്നെ പോക്കുവരവിന് പോണെങ്കിലും കുറച്ച് സ്പേസ് വേണം. വേണ്ട പിന്നെ പോക്കുവരവാണ് ചെങ്ങലിയും കൊണ്ടുപോയത്. അതെല്ലാരും ആഴ്ചമാത്ത പറഞ്ഞേ. ആഴ്ചമാത്ത പറയണേ അത് ഇടക്ക് ഇതിലെ പോയാലുണ്ട്. ആഴ്ചമാത്താനാണ് പിറ്റേന്ന് പറഞ്ഞേ. ആഴ്ചമാത്ത പറഞ്ഞേ. ആഴ്ചമാത്താൻ്റെ പിന്നെ ആഴ്ചമാത്ത നമ്മൾ ഈ റോട്ടിന് ചെങ്ങല പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിനി. ഞാനും അഫിയും കേട്ടു. ആദ്യം അഫി പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ കേട്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പെരൻ്റെ ഉള്ളിൽ കൊടി കയറിയായിരുന്നു. അതിൽ ആഴ്ചമാത്തേ അതൊക്കെ ഉണ്ടാവും, അതിന് പിന്നാലെ പോകാൻ നിൽക്കണ്ടാവും. ഇല്ല അമ്മച്ചി ഓഫാക്കി. കറണ്ട് ബില്ല് നഷ്ടപ്പെടും. ഓഫാക്കിമ്മ. 2000 ബില്ല് കൂടിയാലും കുഴപ്പമില്ല. ആ പൈസ ഞാൻ തരാം, ഗൂഗിൾ പേ കേട്ടോ. അപ്പൊ പോലെ അല്ലല്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു എളിയ വ്ളോഗ് കാണാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ വരേണ്ടവർ വന്നാൽ നോമ്പ് വെരുത്തനമായിരിക്കും, പലച്ച വെരുത്തനമായിരിക്കും എന്നുള്ളതിന്റെ കാരണം ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പൊ എല്ലാവരും ഈ ജന്നെ നേരത്തെ നമ്മൾ വിളിച്ചിരുത്തില്ലേ ലാസ്റ്റ് ഇതോടെ പോയോക്കെയോ. അപ്പൊ എനിക്ക് ധൈര്യം കിട്ടോ. അപ്പോൾ ഒരുപാട് നിങ്ങൾ ഇന്ന് ചിരിച്ച ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ അന്വർത്ഥമാക്കി മാറ്റിയത് ഞങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു എളിയ ഇതേമാതിരി മിസ്റ്റീരിയസ് കഥകൾ ഓരോ അനുഭവത്തിലും ഓല് ഇതിലേക്ക് പറയട്ടെ. കമന്റ് ബോക്സിൽ ഇതെന്താ മറ്റേ സൂര്യകാന്തി പൂവോ? തേനീച്ചകൾ ഇങ്ങനെ കൂടാ അതിന്റെ മൂട്ടില്. തേനീച്ചൊക്കെ പൊട്ടന്മാരാട്ടോ. പൂവ് ഏതാ ലൈറ്റ് ഏതാ മനസ്സിലാവണില്ല. ഞാനേ വലിയ മാസം കണ്ടോ. കജിമലാണ്ട് കുത്തിയാലേ എനിക്ക് കൊല്ല പരീക്ഷ ചെയ്തല്ല. ഇവിടെ അല്ല കാലുമ കുത്തണ കരിയൊക്കെ നടക്കണ്ടോര്. അപ്പൊ സുഹൃത്തുക്കളെ ചവിട്ടാൻ നിൽക്കണ്ടത് എങ്ങനെ എങ്ങനെ ചവിട്ടിയാലും ഇല വന്ന് മുള്ളിൽ വന്നാലും തേനീച്ച വന്ന് എങ്ങനെ വേണാലും ഏതവസ്ഥയിലാണേലും ഓൻ തേനീച്ച കാട്ടിയതാ കാട്ടി കുത്തിയോ? വെറുതെ അല്ല ഒറ്റ ബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും ഉണ്ടായിട്ട് ഒന്നിനെ പുറത്തേക്ക് പോയി ജീവിക്കും. ഇവനാ ടീമാണേ തോട്ടന്ന് മീനിനെടുത്ത് പുറത്തേക്ക് കിട്ടും. എങ്ങനെ രക്ഷപ്പെടുക?
പുറത്ത് പോയി എവിടെയെങ്കിലും പുറത്ത് പോയി രക്ഷപ്പെടുക. ഇപ്പൊ പറഞ്ഞ വളരുന്ന പ്രായമാണ്. അപ്പൊ അങ്ങനെ എന്തിന്റെ പ്രായം? വളരുന്ന വേറെ പ്രായം കേട്ടെ. അപ്പോൾ എന്തായാലും കൂടുതൽ നീട്ടിക്കൊണ്ടോണില്ല, പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ മസ്റ്റായിട്ടും നമ്മൾ 30 ലക്ഷം, അതായത് 3 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. വ്ളോഗ് കണ്ടാൽ മാത്രം പോരാ, കാണുന്നുണ്ട് തന്നെ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാതെ ഒരുമാതിരി ഇങ്ങനെ കണ്ട് കയറിറങ്ങിയിട്ട് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ നിൽക്കരുത് ആണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഔങ്ങി കാണുക, സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ പഠിച്ചോനെ സബ്സ്ക്രൈബ് ചെയ്യണ നോമ്പൊക്കെ സ്വീകരിക്കണേ റബ്ബേ. അപ്പോൾ പഠിച്ചോനെ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് മാത്രം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം വരുത്തി കൊടുക്കണ റബ്ബേ. സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും വരുത്തി കൊടുക്കണ റബ്ബേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് റബ്ബേ ഉയരങ്ങളിലേക്ക് ഉയർത്തണ റബ്ബേ. അല്ലാതെ ഈ വ്ളോഗ് ഔങ്ങി ബാക്കിൽ നിന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഔങ്ങി ബാക്കിൽ നിന്ന് കാണുന്നവരുടെ ജീവിതം ഈ വലിയ വേണ്ട, വെറുതെ പ്രാർത്ഥിക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ എന്തായാലും ജീവിതം നന്നാവും. ബാക്കിയുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല, വലിയ. അപ്പോൾ എന്തായാലും പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണും വരെ വണക്കം. അപ്പോൾ ഇന്ന് ഉച്ചക്കൊരു വ്ളോഗ് വരണ്ട, അതിൽ കാണാം.